Good evening, everyone. Am I audible? Yes. Thank you. Let me welcome each one of you to this evening session of Namukapadam. I'm Susan Matthew. Now I welcome Mrs. Asha Matthews for the opening prayer. പ്രാണനും എന്നായുസും നിന്ദാനം മാത്രമല്ലോ നാഥായൻ ജീവിത നേട്ടങ്ങളും നിന്ദാനമേ എന്നിലെ വിജ്ഞാനവും വിവേകവും നന്മയാതെന്തും ഉണ്ടായാലും സർവവും നിന്ദാനമല്ലോ ആയൻ പ്രാണനും എന്നായുസും നിന്ദാനം മാത്രമല്ലോ നാഥായൻ ജീവിത നേട്ടങ്ങളും നിന്ദാനമേ നിന്ദാനങ്ങൾ ഏതു നേരത്തിലും നീലായ്മയായി ശൂന്യമാക്കി തീർത്തിടും ആയൻ പ്രാണനും എന്നായുസും നിന്ദാനം മാത്രമല്ലോ നാഥായൻ ജീവിത നേട്ടങ്ങളും നിന്ദാനമേ. As the title suggests, this is a very informal group of songs and music lovers, making all efforts to learn especially Christian songs and hymns. Today we have a special guest with us, Reverend Anup Sam of the CSI South Kerala Diocese, serving in Bahrain. David, in his much-loved Psalm number 23 says, "Even though I walk through the valley of the shadow of death, I will fear no evil. For thou art with me, thy rod and thy staff, they comfort me." I'm sure every one of us have gone through difficult times in our life, and that has definitely brought the Lord closer to our heart and in our lives. Let me welcome Reverend Anup Achan, Kochama, Dr. Gina, and son Johan into our midst. And Achan will share his testimony with us, which will give us spiritual insights and will strengthen us in our daily walk with the Lord. Achan, if you have some favorite songs, you're most welcome to sing as well. Thank you, Achan, for your time with us. Over to Anup Achan. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ഫെലോഷിപ്പിന്റെ ഭാഗമാകുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരം നൽകിയ വലിയ കൃപയെ ഓർത്ത് ദൈവത്തിന് കോടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും കരയറ്റുന്നു. നമുക്ക് പാടാം എന്ന ഈ ഒരു പ്രത്യേക പ്രോഗ്രാം ഓരോ ദിവസവും അത് ഇങ്ങനെ നടക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാ വൈകുന്നേരങ്ങളിലും ഇതൊരു പ്രോഗ്രാമായി, ഒരു ആരാധനയായി ഇങ്ങനെ നടക്കുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. എന്നെ ക്ഷണിച്ച പ്രിയ എല്ലാവരോടുള്ള സ്നേഹവും കടപ്പാട് ഞാൻ ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ അങ്ങനെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളല്ല. സാധാരണ ഒരു ചെറിയ രീതിയിൽ ഗാനങ്ങൾ ആലപിക്കുകയാണ് എൻ്റെ ഒരു ശുശ്രൂഷയുടെ ഒരു തലം എന്ന് പറയുന്നത്. ചെറിയ സമയം തൊട്ട് തന്നെ ഗാന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ കവലയോഗങ്ങൾ പോലുള്ള തെരുവുകളിലൊക്കെ പോയി ഇന്ന് കർത്താവിന്റെ വേല ചെയ്യാനായിട്ടുള്ള ഒത്തിരി അവസരങ്ങൾ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ഒത്തിരി വേദികളിൽ കൺവെൻഷന്റെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ഗാനങ്ങൾ ആലപിക്കാനും വർഷിപ്പ് സർവീസിന്, പ്രത്യേകിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് വളരെ മനോഹരമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്യുവാനൊക്കെ ദൈവം അവസരം നൽകി. എന്നാൽ ഒരുപക്ഷെ
എൻ്റെ ഒരു ടെസ്റ്റിമണിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നിങ്ങൾ എന്നെ ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ നൽകി എന്നെ ക്ഷണിച്ചത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പാടിയ പാട്ട് ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ സമയമുണ്ട്. അതെന്തുകൊണ്ട്, ഏത് അവസ്ഥയിൽ ഞാൻ പാടി എന്നൊക്കെയുള്ളത് ഞാൻ പിന്നാലെ വചനധ്യാനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ വരുന്ന ചില മിനിറ്റുകൾ ഒരുമിച്ച് കർത്താവിന്റെ വചനം ധ്യാനിക്കാനും ഒരുമിച്ച് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യങ്ങൾ, വൻ കാര്യങ്ങൾ, അത് ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും നാൾതോറും ഞങ്ങളെ വഴിനടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവും ദൈവമേ, അനുഗ്രഹവും ശാന്തവും സന്തോഷമേറിയ ഈ നല്ല സന്ധിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വം കരയറ്റുന്നു. തിരുഹിതത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും തിരു സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം ചെയ്യുന്ന എല്ലാ വൻകാര്യങ്ങൾക്കും കർത്താവെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് സ്തുതിയും മഹത്വവും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ എപ്പോഴും സാക്ഷ്യമുള്ളവരായി തീരുവാനും ദൈവം ഞങ്ങൾക്ക് തരുന്ന എല്ലാ അവസരങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ കർത്താവെ ആരാധനയിൽ നിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ അവിടുന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ ഭാരങ്ങളോടും പ്രയാസങ്ങളോടും ആകുലതയോടും കൂടെയൊക്കെ ആയിരിക്കുന്നവരോട് ദൈവം സംസാരിക്കണമേ. ഇന്നും ജീവിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കായി ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന, ഞങ്ങളുടെ കർത്താവെ ഗാനങ്ങൾ ശ്രദ്ധിക്കുന്ന, ഞങ്ങളുടെ സ്തോത്ര ഗീതങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന നന്മകളൊക്കെ നൽകി ഞങ്ങളെ ഇന്നും ജയകരമായി ഈ ഭൂമിയിൽ നടത്തുന്ന ദൈവത്തിനായി സ്തോത്രം. അപ്പന്റെ പൊന്നുകരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും പൊന്നു തിരുമേനിക്ക് രക്ഷകൻ മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുപക്ഷെ ഇവിടെ സ്വാഗത വാക്കുകളിലൂടെ പറഞ്ഞതുപോലെ ഒരു CSI ബഹ്റിൻ ഇടവകയുടെ ശുശ്രൂഷകനാണ് ഞാൻ ഈ ദിവസങ്ങളിൽ. ദക്ഷിണ കേരള മഹാ ഇടവക സഭയുടെ ആ വലിയ സഭയുടെ ഒരു ഭാഗമായിട്ട് ഈ ദിവസങ്ങളായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം ഒരുക്കുന്നു. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞാണ് അടുത്തിരിക്കുന്നത്, ജോഹാൻ. വൈഫ് ജീന എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങള് കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിൽ ഈ ദിവസങ്ങളായിരിക്കാൻ ദൈവം സഹായിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് എന്നോടൊപ്പം ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 30-ലധികം പേരുണ്ട്. എല്ലാവരും ഒരുപക്ഷെ ഞങ്ങളെ അറിയുന്നത് ഒരു സാക്ഷ്യത്തിലൂടെയാണ്, മറ്റൊരു തരത്തിലുമല്ല. ഞങ്ങൾക്കുള്ള ഒരു പേര് എന്നുള്ളത് കർത്താവിൽ ദൈവം ഞങ്ങൾക്ക് ചെയ്ത ഒരു മഹാസാക്ഷ്യം, ഒരു വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു. ആ ചെയ്ത അത്ഭുതത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര് സീരിയസ് ആയിട്ടിരിക്കണേ, അവരെല്ലാം നമ്മൾ നോക്കുക. അപ്പോ എല്ലാവരോടും ചേർന്ന് ഈ ഒരു സാക്ഷ്യത്തിന്റെ ഭാഗമാകാൻ സ്വർഗത്തിലെ ദൈവം അവസരം ഒരുക്കുന്ന വലിയ കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്നൊരു ചെറിയ ധ്യാനചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ഞാൻ എൻ്റെ സാക്ഷ്യവും അതോടൊപ്പം തന്നെ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഗാനങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഒരു ചെറിയ ധ്യാനചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് അതിനോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ ജീവിത സാക്ഷ്യം കൂടെ പറഞ്ഞ് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ചരിത്ര സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ 8-ാമത്തെ വാക്യം തുടങ്ങി ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരയണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരോടുകൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവനൊരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ മാളിക മുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി. അവൻ തന്റെ ബാല്യക്കാരിയ ഗേഹസിയോട് ശൂന്യകാര്യത്തിയെ വിളിക്ക എന്ന് പറഞ്ഞു. അവൻ അവളെ വിളിച്ചു. അവൾ അവന്റെ മുമ്പിൽ വന്നു നിന്നു. അവൻ അവനോട്, നീ ഇത്ര താല്പര്യത്തോടെ ഒക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതിനവൾ, ഞാൻ സ്വജനത്തിന്റെ മധ്യ വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി,
അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു. അവൾ വിളിക്ക എന്ന് അവൻ പറഞ്ഞു. അവൾ അവനെ വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു. അപ്പോൾ അവൻ വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞു. വരുന്ന ആണ്ടിൽ നീ ഈ ഒരു സമയമാകും നീ ഒരു മകനെ അണച്ചുകൊള്ളും. 8 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ മനോഹരമായ ഒരു ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എലീശയ പ്രവാചകനായിട്ടുള്ള ദൈവപുരുഷന്റെ ശിഷ്യനാണല്ലോ ഗെഹസി. ശൂലേംകാരത്തെ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവള് പ്രവാചകനോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ മനസ്സിലാക്കി ആ സ്ത്രീയുടെ ജീവിതത്തിൽ, ശൂലേംകാരത്തെ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു കുറവ്, ഏറ്റവും വലിയ ഒരു ബലഹീനത സ്വർഗീയ ദൈവം പരിഹരിക്കുന്ന മനോഹരമായ ഒരു ഭാഗമാണ് ഈ 2 രാജകുമാരുടെ പുസ്തകം 4 മുതൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ. ഞാൻ അതിനെ 3 ചിന്തയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഗോഡ് ഹു ഗീവ്സ് ലൈഫ്, ജീവനെ നൽകുന്ന ഒരു ദൈവം, ജീവനെ നൽകുന്ന ഒരു ദൈവം, ജീവിതത്തിൽ ജീവനെ നൽകുന്ന ഒരു ദൈവം. എന്റെ ജീവിതയാത്രയിൽ ദൈവിക നാമോഹത്വത്തിനായിട്ട് ഇറങ്ങി തിരിച്ചു. വളരെ സന്തോഷമായിട്ട് എന്റെ BD പഠനം എനിക്ക് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ എന്റെ BD പഠനത്തിന് ശേഷം എന്റെ ഓർഡിനേഷനോട് ചേർന്ന് നിർബന്ധമായും വിവാഹ ശുശ്രൂഷ CSIയുടെ ഒരു രീതി അനുസരിച്ച് വിവാഹം നിർബന്ധമായതിൽ മാത്രമേ അടുത്ത ഓർഡിനേഷന്റെ ശുശ്രൂഷയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയുള്ളൂ സഭ. അങ്ങനെ വിവാഹ ജീവിതം ഏറെ സന്തോഷകരമായി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ജീന കൊച്ചുമ്മ ദൈവം എനിക്ക് ദാനം ചെയ്തു. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഗാന ശുശ്രൂഷകളും VBS പ്രോഗ്രാംസും മറ്റ് യൂത്ത് മീറ്റിംഗ്സും കൺവെൻഷനുകളും മറ്റ് വിവിധമായിട്ടുള്ള പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ദൈവകൃപയാൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിച്ചു. വിവാഹം കഴിഞ്ഞു 1 വർഷമായി, 2 വർഷമായി. സ്വാഭാവികമായി വിവാഹം കഴിയുമ്പോൾ 1ാമത്തെ വർഷം ആരും വലിയ രീതിയിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. സന്തോഷമായിട്ടുള്ള നമ്മുടെ യാത്രകളും ഒരുപക്ഷെ നമ്മുടെ ജീവിതമൊക്കെ കണ്ട എല്ലാവരും ഹായ് ബൈ ഒക്കെ പറയും. എന്നാൽ 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷമാകുമ്പോൾ സ്വാഭാവികമായി നാട്ടിലെ ഒരു പരസ്പരം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, എന്തുണ്ട് വിശേഷം എന്നുള്ളത്. ആ വിശേഷം ചോദിച്ചതിന് ശേഷം അടുത്തൊരു ചോദ്യമാണ് വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ളത്. അത് നമുക്കറിയാം, നമ്മുടെ ഒരു കേരളത്തിലെ ഒരു പ്രത്യേക ഒരു രീതിയാണ്. അതൊരു സൗഹൃദമാണ്, അതൊരു സന്തോഷമാണ്, പരസ്പരമുള്ള അന്വേഷണവും പരസ്പരമുള്ള ഈ ഒരു ചോദ്യങ്ങളും എന്ന് പറയുന്നത്. 2ാമത്തെ വർഷം ഈ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ഞങ്ങൾ വലിയ സീരിയസ് ഒന്നും ആയില്ല. 3ാമത്തെ വർഷം ഈ ചോദ്യം ആവർത്തിക്കപ്പെടുന്നു. ചെറിയ രീതിയിൽ സീരിയസ്നെസ് ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. 4ാമത്തെ വർഷവും ഈ ചോദ്യം ഞങ്ങളെ വളരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലെ ശുശ്രൂഷകളൊക്കെ ഞങ്ങൾ പോയിട്ട് ഒരുപക്ഷെ ആരാധനകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ സ്നേഹിക്കുന്ന പലരും വന്ന് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് ഞങ്ങളോട് പറയും, അച്ഛനും കൊച്ചുമ്മയും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ, അപ്പൊ നിങ്ങൾ ഫ്രീ ആണല്ലേ. അപ്പൊ ഇത് കേൾക്കുന്ന എന്റെ ഭാര്യയുണ്ട്. ഭാര്യ ആ സമയം ചിരിച്ചുകൊണ്ട് നിൽക്കും. വളരെ സന്തോഷമായിട്ട് ചിരിച്ച് ആ ഒരു സമയം ഇങ്ങനെ ഭംഗിയാക്കും. എങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്തൊരു ചെറിയ വേദനയുണ്ട്, ചെറിയൊരു പരിഭവങ്ങളുണ്ട്. തലമുറ ഇല്ലല്ലോ എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഒരു ദൈവപുരുഷനെ ആദരവോടുകൂടെ ദൈവനാമഹത്വത്തിനായിട്ട് സ്വന്തം വീട്ടിൽ പാർപ്പിച്ച് ഒരു മുറി പണിതു കൊടുത്ത് ഒരു ഭവനത്തിനകത്ത് പാർക്കാനുള്ള എല്ലാ സൗകര്യവും കട്ടിലിട്ട് കൊടുക്കുന്നു, മനോഹരമായി മേശ തയ്യാറാക്കി കൊടുക്കുന്നു, അദ്ദേഹത്തിന് ധ്യാനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി ഒരു വിളക്ക് വെക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ആദരവ് കൊടുക്കുന്നു. എല്ലാം കൊടുത്തു കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ ഒരു ജീവന്റെ സാധ്യത ഉയർത്തുന്നു എന്നുള്ളത്. ഞാൻ എന്റെ സാക്ഷ്യത്തോട് ചേർന്ന് പറയട്ടെ, ദൈവനാമഹത്വത്തിനായിട്ട് ഞങ്ങളുടെ ജീവനും ജീവിതവും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കുറവ് എന്നുള്ളത് തലമുറകൾ ഇല്ല എന്നുള്ള വലിയ ഒരു പ്രയാസം ഞങ്ങളുടെ മുമ്പിൽ നിലനിന്നിരുന്നു. പ്രിയമുള്ളവരെ, ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് നിർബന്ധങ്ങൾ, ഒരുപാട് സ്നേഹങ്ങൾ. ഈ ചോദ്യങ്ങളും വിശേഷങ്ങളുടെ തിരക്കുകളും ഒരുപക്ഷെ സഹിക്കാൻ വയ്യാതെ ഞങ്ങള് ഒരു തീരുമാനമെടുത്തു. എന്തായാലും കുടുംബക്കാർക്ക് വേണ്ടി, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ എന്തായാലും ആശുപത്രികൾ ഒന്ന് അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ഓരോരുത്തരും ഞങ്ങളെ കാണുമ്പോൾ ഓരോരോ ആശുപത്രികൾ പറയും. ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച ആശുപത്രിയാണ് ക്രെഡൻസ് ഹോസ്പിറ്റൽ. കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ദമ്പതികൾ ഏറ്റവും കൂടുതൽ സമ്പത്ത് ചെലവഴിക്കുന്ന, സമയം ചെലവഴിക്കുന്ന, കാത്തിരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് ക്രെഡൻസ് ഹോസ്പിറ്റൽ. അതോടൊപ്പം തന്നെ തൈക്കാട് ഹോസ്പിറ്റൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോ ഏകദേശം 4ഓളം ആശുപത്രികളിൽ ഞങ്ങൾ ഓരോ ദിവസം പോയവരാണ്. ഞങ്ങൾ ട്രിവാൻഡ്രം PRS ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ടോക്കണൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ
ആ ഹോസ്പിറ്റലിൽ 4ാമത്തെ നിലയിൽ നിന്ന് ഒരു കുഞ്ഞ് ഞങ്ങളെ അങ്കിളെ എന്ന് വിളിക്കുന്നത്, ഞങ്ങളെ BBS പഠിപ്പിച്ച ഒരു കുഞ്ഞാണ്. അപ്പൊ ആശുപത്രിക്കകത്ത് ഞങ്ങൾ നിൽക്കുന്നു. മുകളിൽ നിന്ന് അങ്കിളെ എന്നൊരു വിളി. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോ ആ, എനിക്ക് പരിചയമില്ല, പക്ഷേ ഞങ്ങളെയാണ് കൈ കാണിക്കുന്നത് ഞങ്ങൾക്കറിയാം. അപ്പോ അവിടെ നിൽക്കുന്ന മോള് ചോദിക്കുകയാണ്, അങ്കിൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുക. അങ്കിൾ എന്താ ഇവിടെ? അപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകൾ കൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ബലഹീനത കൊണ്ട്. ജീവിതത്തിൽ എത്രയോ പ്രസംഗങ്ങളിൽ, ആരാധന ഇടങ്ങളിൽ, കൺവെൻഷൻ വേദികളിൽ ഞങ്ങൾ ആർജവത്തോടെ വിളിച്ചു പറഞ്ഞു, തലമുറകളെ നൽകുന്നത് ദൈവമാണ്. ദൈവമാണ് തലമുറകളുടെ ഉടയവൻ എന്നുള്ളത്. ദൈവം തരുന്ന അനുഗ്രഹമാണ്, പ്രതിഫലമാണ് തലമുറകൾ എന്നുള്ളത്. എന്നാൽ ജീവിതത്തിൽ പ്രസംഗം ഉണ്ടായിരുന്നു, പക്ഷെ പ്രാവർത്തിക തലത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയത് ആശുപത്രിയിലേക്കാണ്. ആ ഒരു പ്രത്യേക സമയം ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങൾ രണ്ടുപേരും ആ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഒരുപക്ഷെ ഡോക്ടർ എഴുതി തന്ന, ഒരുപക്ഷെ മെഡിക്കൽ ടെസ്റ്റിനും ബ്ലഡ് ചെക്കപ്പിനും ഒക്കെ എഴുതി തന്ന പേപ്പറുകളൊക്കെ ചുരുട്ടിക്കളഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും തിരികെ ഭവനത്തിലേക്ക് വന്നു. ഞങ്ങൾ തീരുമാനമെടുത്തത് ഇങ്ങനെയാണ്, ദൈവം തരുന്ന സമയത്ത് ഒരു തലമുറ മതി. ആഴ്ചകൾ പോയി, മാസങ്ങൾ പോയി, വീണ്ടും ഭവനത്തിനകത്ത് നിന്നും ഞങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ ഇങ്ങനെ വല്ലാതെ നിർബന്ധിക്കുമ്പോൾ അടുത്ത ആശുപത്രി ക്രെഡൻസിലേക്ക് പോയി. ക്രെഡൻസിൽ പോയപ്പോ അവിടെ ഒരു 80 വയസ്സ് കഴിഞ്ഞ ഒരു ഡോക്ടർ ഇപ്പോഴും ഉണ്ട്. ഡോക്ടറിന്റെ പേര് ഞാൻ ഓർക്കണില്ല. ഒരു ശാന്തമ്മ മാത്യു എന്നാണ് ഡോക്ടറിന്റെ പേര്. അപ്പൊ ഡോക്ടറെ പോയി ഞങ്ങൾ രണ്ടുപേരും കാണുന്നുണ്ട്. ഞങ്ങളെ കണ്ട ഉടൻ ഡോക്ടർ വിശദമായിട്ടുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പിന് എഴുതി. മനോഹരമായിട്ട് ഞങ്ങളെ വരുന്ന ദിവസങ്ങളിലൊക്കെ ടെസ്റ്റ് ചെയ്യാം, ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ശരിയാവും ഞങ്ങൾക്ക് ഉറപ്പൊക്കെ നൽകി. അപ്പോ ഈ ടെസ്റ്റ് എല്ലാം കൂടെ എത്രയാവും ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരാൾക്ക് ഏകദേശം 10,000-ലധികം രൂപ പെർ പേഴ്സൺ, പെർ ഹെഡ് ഇങ്ങനെ ആകും. എനിക്ക് രണ്ടുപേർക്കും കൂടെ ആകുമ്പോൾ ഏകദേശം 20,000-ഓളം രൂപ ബ്ലഡ് ടെസ്റ്റിന് മാത്രം, പ്രത്യേക ടെസ്റ്റുകൾക്ക് വേണ്ടി മാത്രം. ഞാൻ ആലോചിച്ചപ്പോ ഒരു 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 അറ്റ് ദ വെരി ഫസ്റ്റ് ഒരു ആദ്യ ദിനം തന്നെ ഇതാണ് അവിടുത്തെ അവസ്ഥയെങ്കിൽ മുൻപോട്ടുള്ള യാത്ര എങ്ങനെയെന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞങ്ങൾ അന്നും ഒരു ഡെഡിക്കേഷൻ, ഞങ്ങൾ വീണ്ടും തീരുമാനമെടുത്തു, ദൈവം ഞങ്ങൾക്ക് തരുന്ന സമയത്ത് മതി. പ്രിയമുള്ളവരെ, ഞാൻ വളരെ വിശ്വാസത്തോടും വളരെ സന്തോഷത്തോടും കൂടെ പറയട്ടെ, ഗോഡ് ഹു ഗീവ്സ് ലൈഫ്, ദൈവമാണ് ജീവനെ നൽകുന്നത്, ദൈവമാണ് തലമുറകളെ നൽകുന്നത്, ദൈവമാണ് ശൂന്യതകളെ പണിയുന്നത്. നിരന്തരമായ ഞങ്ങളുടെ പ്രാർത്ഥന, നിരന്തരമായ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീര്, നിരന്തരമായ ഞങ്ങളുടെ സഭയിലെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന. ഞാൻ അന്ന് മണ്ണന്തല CSI ഇടവകയിൽ ശുശ്രൂഷകനായിരിക്കുന്ന സമയം, അന്നു മുതലേ ഞാൻ ഈ മുഴുരാത്രി പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ പറയട്ടെ, ഇടവകയിലെ പട്ടക്കാരനായ എനിക്കും തലമുറയില്ല. ഞാൻ അവിടെ പോയപ്പോ എന്നെക്കാൾ ഒരു അല്പം കൂടെ പ്രായമുള്ള ഒരു കപ്പ്യാരുണ്ട്, കപ്പ്യാർ ശുശ്രൂഷ ചെയ്യുന്ന അദ്ദേഹത്തിനും വിവാഹം കഴിഞ്ഞിട്ട് തലമുറകളില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മള് മുഴുരാത്രി പ്രാർത്ഥന തുടങ്ങിയാണ്, നമുക്ക് ആരാധന ആരംഭിക്കാം, ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോ ഇടവ കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞു, വെച്ചാൽ പകൽ ആരാധന വെച്ചാലേ ആൾക്കാർ വരുന്നില്ല, പിന്നെ ഈ രാത്രി ആരാധന വെച്ചാൽ ആരാണ് വരുന്നത്? പ്രിയമുള്ളവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, ആ മുഴുരാത്രി പ്രാർത്ഥനകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിച്ചത്. ആ ഇടവകയിൽ ഞങ്ങൾ ശുശ്രൂഷ 4ാമത്തെ വർഷം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആദ്യം തലമുറയെ ലഭ്യമാകുന്നത് കപ്പ്യാർക്കും കുടുംബത്തിനുമാണ്. അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ ഭവനത്തിനകത്തൊരു സന്തോഷ വാർത്ത വരുന്നത്. അതെങ്ങനെയാണ്? ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും വൻകാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നു, ഒരു തലമുറയെ നൽകാനായിട്ട് പോകുന്നു എന്നുള്ളത്. വളരെ സ്നേഹത്തോടു കൂടെ പറയട്ടെ, ദൈവം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ നന്മകളിലേക്ക് ഒരു ജീവന്റെ സാധ്യത ദൈവം നൽകി എന്നുള്ളത്. 4 വർഷക്കാലം കാത്തിരുന്ന് വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ലഭ്യമായ ഒരു കുഞ്ഞാണ് നിങ്ങളുടെ അരികിലിരുന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്ന ജോഹാൻ എന്ന കുഞ്ഞ്. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി ഒരുപക്ഷെ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ, ഒരുപക്ഷെ 126-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നുള്ളത്. ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോയി. ഏകദേശം ആദ്യത്തെ 4 വർഷം കഴിഞ്ഞ ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ഒരല്പം ഒരു പിതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരല്പം സ്വാർത്ഥനായി എന്ന് പറയുന്നതിൽ എനിക്ക് ആശങ്കയില്ല. കാരണം ആ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3ാമത്തെ മാസം 4ാമത്തെ മാസം കഴിയുന്ന ഒരു സമയം മുതൽ തന്നെ കൊച്ചമ്മയെ ഒരു കട്ടിലിൽ ഇങ്ങനെ ചരിച്ചൊക്കെയാണ് കിടത്തിയിരിക്കുന്നത്. 2 വലിയ ഹോളോബെക്സ് കല്ലൊക്കെ എടുത്ത് വെച്ച് ഈ കട്ടിലിനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പുള്ളിക്കാരി ഇങ്ങനെ കിടത്തി. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ 5 മാസമായി, 6 മാസമായി, 7 ആയി, 8ാമത്തെ മാസം ജനുവരി മാസം 13-ാം തീയതി അന്നേ ദിവസം അതിരാവിലെ, അന്നൊരു സൺഡേ ആണ്, ഈ ഡേറ്റ് എത്രയും ഓർമ്മിക്കാനുള്ള കാര്യം, അന്നൊരു സൺഡേ ആണ്. അന്ന് വിശുദ്ധാരാധനയ്ക്കായിട്ട് ഞാനും തയ്യാറെടുക്കുന്നു. അതിരാവിലെ എഴുന്നേറ്റു, ഞാൻ തയ്യാറെടുക്കുന്നു.
8ാമത്തെ മാസമാണ്. ഇനിയും മുൻപോട്ട് പറഞ്ഞ ഒരു ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ആശങ്കയും തോന്നിയില്ല. എങ്കിലും ഞാൻ ഭവനത്തിൽ പറഞ്ഞിട്ട് പോയി, അവളുടെ മമ്മിയോടും കൊച്ചുമ്മയോടും ഒക്കെ പറഞ്ഞിട്ട് പോയി, എന്തെങ്കിലും പ്രയാസം വന്നാൽ, ഞാൻ ആരാധനയ്ക്ക് പോകുന്ന എന്തെങ്കിലും പ്രയാസം വന്നാൽ നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകുക എന്നുള്ളത്. എന്തായാലും കൊച്ചുമ്മയുടെ പപ്പയും ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹവും പിന്നെ ഒരു സുവിശേഷ വേലക്കാരനാണ്. അദ്ദേഹവും മറ്റൊരു ഇടവകയുടെ ശുശ്രൂഷകനാണ്. ഇങ്ങനെ ഞാൻ എന്റെ ഇടവകയിലേക്ക് പോയി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇടവകയിലേക്ക് പോയി. ബാക്കി ഇവർ രണ്ടുപേരും ഭവനത്തിൽ ഇങ്ങനെ ശേഷിക്കുന്നു. എന്നാൽ ഞാൻ ആരാധന കഴിഞ്ഞ് ഫോൺ നോക്കുമ്പോൾ ഇവര് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി. അന്നേ ദിവസം 3 മണിയോടുകൂടെ, ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടെ സ്വർഗത്തിലെ ദൈവം 8ാമത്തെ മാസം എന്റെ കരങ്ങളിൽ ജൊഹാനെ നൽകി എന്നുള്ളതാണ്. 8ാമത്തെ മാസം എനിക്ക് ഭയങ്കര സന്തോഷമായി. ചെറിയ സന്തോഷമൊന്നുമില്ല, മഹാസന്തോഷം. കാരണം ദൈവം ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യം ചെയ്തു എന്നുള്ള വലിയ സന്തോഷം. അസാധ്യമെന്ന് ലോകം എഴുതിയ ചില മേഖലകൾക്കകത്ത് വിശ്വാസത്താൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹം. ആ അനുഗ്രഹത്തെ ഒരുപക്ഷെ ഒരല്പം സ്വാർത്ഥതയോടുകൂടെ ഞാൻ കൈകാര്യം ചെയ്തത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കുറവായി ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയാണ്. കാരണം അവന്റെ ഓരോ മാസമുള്ള പിന്നീടുള്ള മുൻപോട്ടുള്ള യാത്രയിലും ഒരു അപ്പനെന്നുള്ള രീതിയേക്കാൾ അധികമായി ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ നമുക്കറിയാം, അബ്രഹാം തലമുറകളില്ലാതെ ഇരുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് ശൂന്യതകളിലൂടെ പോയ മനുഷ്യനാണ്. അസാധ്യമെന്ന് ലോകം വിധി എഴുതിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അബ്രഹാമും സാറയുടെയും ജീവിതം. പക്ഷേ ഇസഹാക്കിനെ കയ്യിൽ കിട്ടിയതിന് ശേഷം അബ്രഹാമിന്റെ ജീവിതം മാറി മറിഞ്ഞു. അബ്രഹാം അന്നുവരെയും ദൈവത്തെ വലിയ സീരിയസ് ആയിട്ടാണ് കൈകാര്യം ചെയ്തത്, വളരെ കാര്യഗൗരവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇസഹാക്ക് വന്നതിന് ശേഷം ദൈവത്തിനും അബ്രഹാമിനും ഇടയിൽ ഇസഹാക്ക് ഒരു ചെറിയ വിഷയമായി മാറി എന്നുള്ളത് വേദപുസ്തകം നമുക്ക് നിശബ്ദമായി നൽകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ദൈവത്തിന്റെ ഒരു വലിയ ശബ്ദം ഉണ്ടായത് ഇങ്ങനെയാണ്: അല്ലയോ അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന, നീ ഏറ്റവും അധികം ഇപ്പോ സ്നേഹിക്കുന്ന, ഇന്നലകളിൽ ഏറ്റവും അധികം നീ സ്നേഹിച്ചത് എന്നെയായിരുന്നു, എന്നാൽ ഇന്ന് നീ സ്നേഹിക്കുന്നത് ഇസഹാക്കിനെയാണ്. ആ ഇസഹാക്കിനെ തന്നെ നീ യാഗം കഴിക്കണം എന്നുള്ള ഒരു വലിയ ഒരു വലിയ ചോദ്യത്തിലേക്ക് അബ്രഹാമിനെ ഇങ്ങനെ മുൾമുലയിൽ നിർത്തുന്ന ദൈവത്തെ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഏകദേശം 2.5 വർഷക്കാലം എന്റെ ജീവിതത്തിൽ ഞാൻ ഏറെ എന്റെ ദൈവത്തെക്കാൾ അധികമായി, ഞാൻ അങ്ങനെ തന്നെ പറയും, എന്റെ ദൈവത്തെക്കാൾ അധികമായി, എന്റെ ശുശ്രൂഷയേക്കാൾ അധികമായി, എന്റെ ആത്മീക ജീവിതത്തെക്കാൾ അധികമായി ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചു. ഞാൻ ആർക്കും അവനെ കൊടുക്കില്ല. അവന്റെ അമ്മച്ചിമാർക്കോ അവന്റെ അപ്പച്ചന്മാർക്കോ ഒന്നും ഞാൻ കൊടുക്കത്തില്ല. എന്റെ റൂമിൽ നിന്ന് കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോകാനായിട്ട് ആർക്കും പെർമിഷൻ ഇല്ല. ഓവറായിട്ട് അവനെ ആരും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഒരുപാട് ഒരു പൊസസീവ്നെസ്, ഒരു വളരെ സ്വാർത്ഥതയുടെ ഒരു അങ്ങേ ഏറ്റവും വലിയ ഒരു തലത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. എന്റേത് മാത്രം, ഞങ്ങൾ ഒരുമിച്ച് കളിക്കും, ഞങ്ങൾ ഒരുമിച്ച് ചിരിക്കും, ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ലി സർക്കിൾ, ഒരു കൊച്ചു കുഞ്ഞാണവനെങ്കിലും ഞാനും അവനുമായിട്ടുള്ള ഒരു സന്തോഷം, അത് ഒരുപക്ഷെ പരിധികളും പരിമിതികളും ഒക്കെ വിട്ട് അതൊരല്പം ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് പോയി. കാരണം എന്റെ ലോകം മുഴുവനും അവനായി എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിനകത്തുകൊണ്ട് എന്നേക്കാൾ അധികമായി നിങ്ങൾ അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ ഒക്കെ സ്നേഹിച്ചാൽ നിങ്ങൾ എനിക്ക് കൊള്ളാവുന്നവനല്ല, എന്റെ നാമത്തിന് നിങ്ങൾ കൊള്ളാവുന്നവനല്ല. ഇന്ന് രാത്രി ഈ ധ്യാനം ശ്രദ്ധിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ആർജവത്തോടെ ഞാൻ പറയട്ടെ, എന്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ദൈവത്തെക്കാൾ അധികമായി നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിച്ചാൽ ആ മക്കൾ മുഖാന്തരം നമ്മൾ കരയേണ്ടി വരും. ദൈവത്തെക്കാൾ അധികമായി നമ്മൾ നമ്മുടെ വസ്തുവിനെയോ നമ്മുടെ ഭവനത്തെയോ നമ്മുടെ വിദ്യാഭ്യാസത്തെയോ നമ്മുടെ തൊഴിലിനെയോ, അത് വസ്തുക്കളാകട്ടെ വിഭവങ്ങളാകട്ടെ വ്യക്തികളാകട്ടെ എന്ത് തന്നെ ആയിരുന്നാലും ദൈവത്തെക്കാൾ അധികമായി ഞാൻ നിങ്ങളും മറ്റേതെങ്കിലും വസ്തുവിനെയോ വ്യക്തിയെയോ സ്നേഹിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ ജീവിതത്തിൽ ആ വസ്തു മുഖാന്തരമോ വ്യക്തി മുഖാന്തരമോ ഞാൻ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ എന്നുള്ളത്. കാരണം ദൈവത്തെക്കാൾ അധികമായി ഞാൻ എന്റെ കുഞ്ഞിനെ ശ്രദ്ധിച്ചു എന്നുള്ളത്. അങ്ങനെ 2.5 വയസ്സ് വളരെ മനോഹരമായി മുമ്പോട്ട് പോകുന്നു. എന്റെ MDH പഠനം ദൈവകൃപയാൽ ഞാൻ കോട്ടയം മാർത്തോമാ സെമിനാരി FFRRC-യിലാണ് എന്റെ MDH പഠനം ഞാൻ ക്രമീകരിക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും എന്റെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരും. അപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് വന്ന് ജഗതി CSI ഇടവകയിൽ എനിക്ക് സൺഡേ സർവീസിനുള്ള ഒരു സാഹചര്യം അഭിമന്യ പ്രസാലം തിരുമേനി എനിക്ക് ഒരുക്കി നൽകി. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ ശുശ്രൂഷകള് മുൻപോട്ട് പോകുന്നു. അവന് 2.5 വയസ്സാണ്. അപ്പോ ഇതിനിടയിൽ കോവിഡിന്റെ ചെറിയൊരു പ്രയാസമൊക്കെ അന്ന് ആരംഭിക്കപ്പെട്ട ഒരു സീസൺ. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. എന്നാൽ ജൂൺ മാസം 26-ാം തീയതി, ജൂൺ മാസം 2021 ജൂൺ മാസം 26-ാം തീയതി ഞാൻ എന്റെ സഭയില് കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് വലിയ സന്തോഷമാണ്. ഇടവക പെയിന്റ് അടിക്കാനും ആ ഇടവകയൊക്കെ കഴുകി വൃത്തിയാക്കാനും ഒക്കെ, ഇത് ഏത് പള്ളിയിൽ പോയാലും ഞങ്ങൾ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അന്നത്തെ ദിവസം
ഒരു ലോക്ക്ഡൌൺ ഡേ ആണ്. ആ ലോക്ക്ഡൌൺ ദിവസം തമ്പുരാനിൽ ആശ്രയിച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ഇടവക പെയിന്റിംഗ് നടക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ആലയം മുഴുവനും കഴുകി വൃത്തിയാക്കുന്ന ഒരു ശുശ്രൂഷയിൽ ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ വളരെ വേഗം പറയട്ടെ. അന്ന് രാവിലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കുരിശു വരച്ച് അവനെ കുറച്ച് സമയമൊക്കെ കളിപ്പിച്ച് ഞാൻ ജീനോട് പറഞ്ഞു, അവനെ നോക്കി പോവുകയാണ്, പോയിട്ട് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞ് സന്തോഷകരമായിട്ട് എന്റെ കുഞ്ഞിനെ കുരിശു വരച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ട് ഞാൻ പള്ളിയിലേക്ക് പോയതാണ്. പക്ഷേ ഏകദേശം ഒരു 10-10:30 മണിയോടുകൂടെ ഞാൻ അവിടെ എത്തിച്ചേർന്നു. കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുത്തെ വർക്കിൽ ഞാൻ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്റെ ഫോണിലേക്ക് ഒരു കോള്, അത് ചെറിയ കോളല്ല, വലിയ കോള്, ഒരല്പം കരയുന്ന ശബ്ദത്തോടുകൂടെ കൊച്ചമ്മയുടെ ഒരു നിലവിളിയാണ് കേൾക്കുന്നത്. എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, അച്ഛാ നമ്മുടെ കുഞ്ഞിനെ പാമ്പ് കടിച്ചു എന്നുള്ളത്. നമ്മുടെ കുഞ്ഞിനെ പാമ്പ് കടിച്ചു. അപ്പോ കേട്ടിട്ട് എനിക്ക് എന്ത് റെസ്പോണ്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അത് കുഴപ്പമില്ല, പാമ്പല്ലേ കടിച്ചത്, ഒന്നും വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ വളരെ ലാഘവത്തോടുകൂടെ പറഞ്ഞു. അവളുടെ പക്ഷേ കൊച്ചമ്മ വളരെ വലിയ രീതിയിൽ കരയുകയാണ്. അച്ഛാ നമ്മുടെ കുഞ്ഞിനെ പാമ്പ് കടിച്ചു. പിന്നെ അങ്ങ് നിലവിളിയായി, ഫോൺ കട്ടാവുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പാമ്പ് കടിച്ചു, അത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്, പ്രയാസമാണ്. ഞാൻ പിന്നെ മറ്റ് സഹോദരങ്ങളെ, നമ്മളുടെ പപ്പയൊക്കെ അമ്മയൊക്കെ ഞാൻ ഇങ്ങനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അങ്ങനെയൊക്കെ ഒരു പരിശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയായി. പിന്നീട് ഒരു കോൾ വരുന്നു, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് അവർ പോകുന്നു എന്നുള്ളത്. അന്ന് ശനി ഞായർ ദിവസം എന്ന് പറയുന്നത് ഈ കോവിഡിന്റെ 2ാം തരംഗമൊക്കെ നിൽക്കുന്ന ഒരു സമയം. വാഹനങ്ങളൊന്നും റോഡിൽ നിരത്തിൽ ഇറക്കാൻ പറ്റത്തില്ല. 2-3 പേര് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. ഒരുപാട് നിബന്ധനകൾ ഗവൺമെന്റ് തലത്തിലൊക്കെ നിലനിൽക്കുന്ന സമയം. പ്രിയമുള്ളവരെ, എന്റെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം, പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നുള്ളത്. നമ്മളിന്ന് ധ്യാനിക്കുന്ന 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം അനുഗ്രഹിച്ച് ഒരു കുഞ്ഞിനെ ശൂലങ്കാരത്തി സ്ത്രീക്ക് നൽകുകയാണ്. നൽകി കഴിയുമ്പോൾ വാക്യം 20 നമ്മൾ കടന്നു വരുമ്പോ ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറയുന്ന ഒരു ചിത്രമാണ്. കുഞ്ഞ് ലോകത്തോട് വിട പറയുന്നു. ആ കുഞ്ഞ് മടിയിലിരിക്കുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് മരിച്ചുപോയി എന്നാണ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവനെ എടുത്ത് അവന്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ ഇരുന്ന ശേഷം മരിച്ചുപോയി. എന്താണ് റീസൺ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി ഉച്ചവരെ മടിയിലിരുന്നു. പക്ഷേ ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് വാക്യം 20 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗോഡ് ഹു സസ്റ്റെയിൻ അവർ ലൈഫ്. ജീവനെ നിലനിർത്തുന്ന ഒരു ദൈവത്തെ സന്ധിക്കുന്ന ഒരു ഭാഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. നഷ്ടപ്പെട്ട ജീവനെ നിലനിർത്തുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയ ഒരു മനുഷ്യനാണ്. കാരണം ഈ ജൂൺ മാസം 26-ാം തീയതി ഞാൻ പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടുകൂടി എന്റെ ഭവനത്തിൽ നിന്ന് ഇടവകയിലേക്ക് ഞാൻ പോയ വ്യക്തി. ഞാൻ തിരിച്ച് ഫോൺ കോളിലൂടെ മനസ്സിലാക്കുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് അവർ പോയി എന്നുള്ളതാണ്. ഞാൻ അവിടെ നിന്ന് ജഗതിയിലേക്ക്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ഒരു 10-15 മിനിറ്റ് യാത്രയുണ്ട്. എന്റെ വാഹനം എടുത്ത് എന്റെ കൂടെയുള്ള ഒരു സഹോദരനെ കൂടെ ചേർത്ത് ഞാൻ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, എന്റെ കുഞ്ഞിനെ ഒരു കാഷ്വാലിറ്റി, പീഡിയാട്രിക് കാഷ്വാലിറ്റിയിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അവൻ ഉറക്കെ കരയുന്നുണ്ട്. ചെറിയ കരച്ചിലൊന്നും അല്ല, ഭയങ്കര കരച്ചിൽ അവൻ അവിടെ കിടന്ന് കരയുന്നുണ്ട്. ഈ ഞാൻ അവിടെ കയറി പോകുമ്പോ ആ പീഡിയാട്രിക് സെഷനിൽ ഏകദേശം ഒരുപാട് കുഞ്ഞുങ്ങൾ, ചെറിയ കൊച്ചു പ്ലാസ്റ്റിക് ബേസിലൊക്കെ ഈ ഒരു കൈപ്പത്തിയുടെ അത്രയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ, 6 മാസത്തിലൊക്കെ ജനിച്ചത്, അല്ലെങ്കിൽ പ്രായം കുറവുള്ള, അല്ലെങ്കിൽ തൂക്കം കുറവുള്ള, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ പലരും ഒക്കെ PPT കിറ്റൊക്കെ ഇട്ട് പലരും ഒക്കെ ശുശ്രൂഷിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതിനിടയിൽ എന്റെ കുഞ്ഞ് ഈ കാഷ്വാലിറ്റിയിൽ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ കിടത്തിയിരിക്കണം. എന്നെ കണ്ട ഉടൻ ഡാഡി എന്ന് പറഞ്ഞ് അവൻ എന്നെ കണ്ട ഉടൻ ചാടി എന്റെ ചുമലിലേക്ക് വന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ അവന്റെ കാലിലേക്ക് നോക്കിയപ്പോ ഈ കോബ്ര ബൈറ്റിൽ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് അവന്റെ കാലിങ്ങനെ വല്ലാതെ നീര് വെച്ച് വരുന്നുണ്ട്. ഭയങ്കര കരച്ചിൽ, ചെറിയ കരച്ചിലൊന്നുമല്ല. കരഞ്ഞ് അവന്റെ ശരീരം ചുവന്ന ഒരു ശരീരമായി. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അവന് പിന്നെ തളർന്നു. കരഞ്ഞ് അവൻ തളരുന്ന ഒരു സാഹചര്യമായി. പ്രിയമുള്ളവരെ, ഞാൻ വളരെ വളരെ വേദനയോടെ ഞാൻ പറയട്ടെ, ഞാൻ ആ മെഡിക്കൽ കോളേജിനകത്ത് PPT കിറ്റൊക്കെ ഇട്ട് നിൽക്കുന്ന ഡോക്ടർമാരെ, ഹൗസ് സർജന്മാരെ അവരുടെ കാല് പിടിക്കാനായിട്ട് ഞാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്യുക എന്നുള്ളത്, എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കുക. ഞാൻ അവരോട് എല്ലാം മാറി പറയണം. പക്ഷെ ആരും ഒന്നും സംസാരിക്കില്ല. എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് എന്ന് പിന്നീട് ആഴ്ചകൾക്ക് ശേഷമാണ് ഞാൻ ഡോക്ടർമാർ പറഞ്ഞു തന്നെ അറിയുന്നത്. അന്ന്, അതായത് എന്റെ കുഞ്ഞിനെ കോബ്ര ബൈറ്റ് സംഭവിക്കപ്പെട്ട് ഈ ആശുപത്രി പോകുന്നതിന് ഏകദേശം ഒരു 14 മണിക്കൂർ പിന്നിലേക്ക് ഒരു ചരിത്രം ആ ക്യാമ്പസിനകത്ത് സംഭവിക്കപ്പെട്ടു. വർക്കല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന്, ട്രിവാൻഡ്രത്ത് നിന്ന് ഒരല്പം മുൻപോട്ടാണ് വർക്കല എന്ന സ്ഥലം. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ
വന്ന ഒരു സ്ഥലമായിരിക്കും. അവിടെ നിന്ന് 2.5 വയസ്സുള്ള ഒരു പൊന്നുമോള്, അവളും ഇതുപോലെ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് വന്ന സമയം അവര് വേറെ പല ആശുപത്രിയിലൊക്കെ കയറി അങ്ങനെ വലിയ പ്രയാസത്തിലൊക്കെ ആയി വരുമ്പോ തന്നെ ആ കുഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള ഒരു ദുഃഖ വാർത്ത ഈ ഡോക്ടർമാരുടെ ശ്രദ്ധയിലുണ്ട്. ഈ ഡോക്ടർമാര് ഈ കുഞ്ഞിന്റെ ശരീരം പൊതിഞ്ഞ് മോർച്ചറിയിൽ ആ കുഞ്ഞിനെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാക്ഷ്യം ഇങ്ങനെ മൂകതയാർന്ന ഒരു മുഖത്തോടുകൂടെ എല്ലാ ഡോക്ടർമാരുടെ മനസ്സുകളിലും അവരുടെ ഓർമ്മയിലും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കിടന്ന് ഉറക്കെ കരയുന്നുണ്ട്, ഞങ്ങൾ അവിടെ കിടന്ന് ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് ഒരു ചെറിയ ട്രീറ്റ്മെന്റെങ്കിലും ഞങ്ങളുടെ കണ്ണിന് കാണത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമേ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ആ ഒരു പ്രത്യേക സമയത്ത് ദൈവമല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക സമയങ്ങളിലൊക്കെയാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. നമ്മൾ ഒരുപക്ഷെ ആരാധിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ഒരുപക്ഷെ ആരാധനകളിൽ സജീവമാണ്. പക്ഷേ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് എത്രമാത്രം എനിക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സുഖത്തിൽ നിന്നും, നമ്മുടെ ആരോഗ്യത്തിൽ നിന്നും, നമ്മുടെ ധനത്തിൽ നിന്നും, നമ്മുടെ സമൃദ്ധിയിൽ നിന്നൊക്കെയാണ് നമ്മൾ ഒരുപക്ഷെ ഇന്ന് ദൈവത്തെ കണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു നിലയും ഇല്ലാതെ, ഒരു അവസ്ഥകളിലും ഒരുപക്ഷെ നമ്മള് ഒരു ജീവിതത്തിൽ ഒരു സാധ്യതകളും ഇല്ലാതെ നിൽക്കുന്ന ചില സമയങ്ങളുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ വാസ്തവമായി ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമെന്നുള്ളത്. എന്റെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ട് എന്റെ ഭാര്യ വലിയ വേദനയോടുകൂടെ കരയാൻ തുടങ്ങി. ചെറിയ കരച്ചിലല്ല, അത് നെഞ്ചിലിടിയൊക്കെ തുടങ്ങി. പിന്നെ കരച്ചിലായി. എന്നോട് ഇങ്ങനെ കരഞ്ഞു പറയുന്ന വെച്ചാൽ എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വാങ്ങിത്താ. കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അവൻ വാടി തളർന്നു തുടങ്ങി. അവന്റെ വായിൽ നിന്ന് ഒരേയും പതയൊക്കെ വരാൻ തുടങ്ങി. ഈ കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, കൈവിട്ട ഒരു യാത്രയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം ഫോൺ എടുത്ത് എനിക്ക് അന്ന് തിരുമേനിയായിരുന്ന റസാലം തിരുമേനിയാണ്, ദക്ഷിണേന്ത്യ സഭയുടെ മോഡറേറ്ററും CSI സഭയുടെ ബിഷപ്പുമായിരുന്ന ബഹുമാനമുള്ള റസാലം ബിഷപ്പ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, തിരുമേനിയുടെ കുഞ്ഞിനെ പാമ്പ് കടിച്ച് ഞാനിങ്ങനെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം അദ്ദേഹത്തോടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, ഞാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അന്ന് ദൈവത്തിന്റെ കൃപയാൽ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം അന്ന് ട്രിവാൻഡ്രത്തുണ്ട്. അതോടൊപ്പം തന്നെ മനോജ് എബ്രഹാം, നമ്മുടെ ഇപ്പോഴത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തലപ്പത്തിരിക്കുന്ന മനോജ് എബ്രഹാം സാർ, ഇങ്ങനെ തുടങ്ങി പലരും ഒക്കെ എന്റെ സ്നേഹിതരാണ്. അപ്പോ ആ ഒരു സ്നേഹബന്ധത്തിലൊക്കെ കൂടെ ചേർന്ന് അഭിമന്യ തിരുമേനിയൊക്കെ വിളിച്ചു പറഞ്ഞ് അവരുടെയൊക്കെ ഒരു പ്രഷർ മുഖാന്തരം ഡോക്ടർ റിയാസ് അന്ന് അദ്ദേഹം ലീവിലാണ്. ശനി ഞായർ ദിവസങ്ങൾ അദ്ദേഹത്തിന് ആ ക്യാമ്പസിൽ വരേണ്ട. അദ്ദേഹം ഇപ്പോഴും പീഡിയാട്രിക് സെക്ഷനിലെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഈ മുകൾ തട്ടിലുള്ള മിനിസ്റ്റേഴ്സിന്റെയും മറ്റു പ്രിയപ്പെട്ടവരുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ആ ലീവിലായിരുന്നു അദ്ദേഹം ഓടി ഞങ്ങളുടെ പീഡിയാട്രിക് സെക്ഷനിലേക്ക് വന്ന്, കാഷ്വാലിറ്റിയിലേക്ക് വന്ന് ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടതിന് ശേഷം ഡോക്ടർ ഞങ്ങളെ കൗൺസിലിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. കൗൺസിലിംഗ് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഞങ്ങൾ നന്നായിട്ട് കരയുന്നുണ്ട്, ഞാനും ജീനയും നന്നായി കരയുന്നുണ്ട്. ജീനയുടെ മുമ്പിൽ കരയാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, അവളുടെ കരച്ചിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും എനിക്ക് കഴിയുന്നില്ല, കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ കൗൺസിലിംഗ് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ദേവിക ഞങ്ങളെ കൗൺസിലിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. അന്ന് ഞാൻ പള്ളി കഴുകാനൊക്കെ നിന്ന ഒരു ഡ്രസ്സാണ്. ആ ഡ്രസ്സിൽ ഞാൻ സാധാരണ വേഷം, കൊച്ചമ്മ കിച്ചണിൽ നിന്ന ഒരു വേഷം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും കണ്ടപ്പോൾ യൗവനക്കാരായിട്ടുള്ള രണ്ടുപേരുടെ ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിൽ അവർ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തു. എന്നോട് ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, CSI പള്ളിയിലെ ഒരു അച്ഛനാണ്, ഞാൻ ജഗദീപ് പള്ളിയിലും ഞാൻ ഇങ്ങനെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന ഒരു ചെറിയ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ എന്നെ പറ്റി പറഞ്ഞു. കൊച്ചമ്മയോട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. കൊച്ചമ്മയും ഞാൻ ഡോക്ടറാണ്, ഒരു ക്ലിനിക്ക് ഇങ്ങനെ റൺ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു ഇൻട്രൊഡക്ഷൻ. ഡോക്ടർ ദേവിക മാഡം ഞങ്ങൾ നോക്കി പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭ്യമാകില്ല, നിങ്ങളത് മനസ്സിലാക്കണം എന്നുള്ളത്. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭ്യമാകാനായിട്ടുള്ള ഒരു സാഹചര്യം, കാരണം നിങ്ങളുടെ കുഞ്ഞിനെ കടിച്ചിരിക്കുന്നത് മൂർഖൻ പാമ്പ് വളരെ പോയിസൺ അവന്റെ കാലില് ഓൾറെഡി അതൊരു വളരെ സീരിയസ് ആയിട്ട് അവന്റെ കുഞ്ഞിന്റെ കാലില് ഈ പോയിസൺ അത് ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് മെഡിക്കൽ സയൻസിനെയോ ഞങ്ങളെയോ ഒന്നും നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ ദയവായി ഇവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കാതെ ഈ സാഹചര്യത്തെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടോടൻ ജീന അവള് ക്ഷീണത്തോടുകൂടെ പ്രയാസത്തോടുകൂടെ വലിയ നിലവിളിയായി, വലിയ പ്രയാസമായി. ഞങ്ങൾ രണ്ടുപേരും ഒരു ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയിലേക്കായി. കാരണം ഞങ്ങളെ കണ്ടുകൊതി തീരാത്ത, ഞങ്ങൾ ഇതുവരെ താലോലിച്ച് കൊതി തീരാത്ത, ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു ദൈവത്തെക്കാൾ അധികമായി ഞാൻ എന്റെ കുഞ്ഞിനെ കഴിഞ്ഞ മാസങ്ങളായി 2-2.5 മാസമായി ഞാനിങ്ങനെ താലോലിച്ച ഒരു രംഗം ഞാൻ ഇന്നും ഓർക്കുകയാണ്.
അപ്പോ ദൈവം എനിക്ക് നൽകിയ ഒരു 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 ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ ഞാൻ എനിക്ക് പറയുന്നതിൽ ഒരു ആശ്ചര്യമില്ല. കാരണം ദൈവത്തെക്കാൾ അധികമായി ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചു. അതിന്റെ 10 മടങ്ങ് 7 മടങ്ങിലധികം ഞാൻ വേദനിച്ച ഒരു മനുഷ്യനാണ്. കാരണം ആ ക്യാബിനകത്തിരുന്നോ ഡോക്ടേഴ്സിന്റെ ക്യാബിനകത്തിരുന്നുകൊണ്ട് ഞങ്ങള് വളരെ നിലവിളിച്ചു. ഞങ്ങൾക്ക് കരയാൻ കണ്ണുനീരില്ല, ഞങ്ങളുടെ ശബ്ദം പുറത്തു വരുന്നില്ല, നെഞ്ചിലിടിയായി, ബഹളമായി, പ്രയാസമായി, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ റിയാസ് ഞങ്ങളോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തില്ലെങ്കിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നാൽ ഞങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്യാമെന്നുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ അന്ന് ഞാൻ ആദ്യം ചെയ്തത് ഈ ഒരു തലത്തിലാണ്. അന്ന് ഈ MDH പഠനവുമായി ബന്ധപ്പെട്ട് എന്റെ കൂടെ മാർത്തോമാ സഭയിലെ പട്ടക്കാർ പഠിക്കുന്നുണ്ട്. CSI ഡയസിസുകളുടെ കൂടെ എന്നോടൊപ്പം ചേർന്ന് പല പട്ടക്കാരും പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെന്തക്കോസ് സഭകളിലെ സ്നേഹിതര് എന്നോടൊപ്പം MDH പഠനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പ്രിയപ്പെട്ടവരുണ്ട്. ഇങ്ങനെ വിവിധ ഡിനോമിനേഷനിലുള്ള പ്രിയപ്പെട്ടവര് ദൈവിക ശുശ്രൂഷകർ എന്നോടൊപ്പം സെമിനാരി വിദ്യാഭ്യാസത്തിലുണ്ട്. അപ്പോ ഞാൻ അവർക്കൊരു മെസ്സേജ് ഇട്ടു, എന്റെ കുഞ്ഞിനെ ഇങ്ങനെ പാമ്പ് പിടിച്ചു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത്. മാത്രമല്ല ആരൊക്കെയോ ചേർന്ന് ഈ മെസ്സേജ് പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് ഇടങ്ങളിലേക്ക് ഇതങ്ങ് ഷെയർ ചെയ്യും. കാരണം ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു നന്മ എന്ന് പറയുന്നത് ദൈവസഭയുടെ പ്രാർത്ഥന എനിക്ക് ആ സമയം കിട്ടി എന്നുള്ളതാണ്. അത് കേവലം പ്രാർത്ഥനയല്ല, ശ്രദ്ധേറിയ പ്രാർത്ഥന എനിക്ക് ലഭ്യമായി എന്നുള്ളതാണ്. ശ്രദ്ധയേറിയ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി എന്നുള്ളതാണ്. ഭയങ്കര കാര്യഗൗരവമായ പ്രാർത്ഥന. കാരണം കോവിഡിന്റെ 2ാം തരംഗം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭവനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിരുന്നു. ടിവിയുടെ മുമ്പിലോ അല്ലെങ്കിൽ പൗരുഷൻ പോലുള്ള ചാനലുകളിലൂടെയൊക്കെ ഈ വാർത്തകൾ വളരെ വേഗം ജനഹൃദയങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഇന്നുവരെയും ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത പലരുടെയും ശ്രദ്ധയിലേക്ക് ഈ ഒരു വിഷയം വന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം ദൈവജനത്തിന്റെ പ്രാർത്ഥന അത് വളരെ സീരിയസ് ആയിട്ട് കണ്ടു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഡോക്ടർ റിയാസ് അദ്ദേഹം ഞങ്ങളെ കൗൺസിൽ റൂമിൽ ഇരുത്തി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഡോക്ടർ ദേവിക അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ എഴുതി തന്നാൽ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങാം, പക്ഷേ 3 കാര്യങ്ങൾ ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്ന്, അവൻ ലൈഫ് ലോങ് അവൻ ഒരു കോമ സ്റ്റേജിലേക്ക് പോകും എന്നുള്ളത്. കാരണം മെഡിക്കൽ കോളേജിൽ ഏകദേശം 6ഓളം പേര് ഞങ്ങളുടെ ട്രീറ്റ്മെന്റിൽ കോമ സ്റ്റേജിലുണ്ട്. കോബ്ര ബൈറ്റുകൾ പോലുള്ള വളരെ വിഷപ്പാമ്പുകൾക്ക് കടിയേറ്റ് ഈ ലോകത്തോട് ഒരുപക്ഷെ വിട പറയേണ്ടിയിരുന്ന കുഞ്ഞുങ്ങൾ കോമ സ്റ്റേജിൽ ഇപ്പോഴും ഞങ്ങളുടെ ട്രീറ്റ്മെന്റിലുണ്ട്. 7ാമതൊരുവനായി ജൊഹാനും ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടാകാം. അച്ഛന് കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവന് ഒരു കണ്ണുകൾ മാത്രം ചലിക്കുന്ന ഒരു ജീവ ശവമായി നിങ്ങൾക്ക് അവനെ കിട്ടും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, പറഞ്ഞത് ഇങ്ങനെയാണ്, കാർഡിയാറ്റിക് അറസ്റ്റ്, അതായത് ഏത് സമയത്തും ഈ ട്രീറ്റ്മെന്റ് ഇടയിൽ ഈ കുഞ്ഞിന് ഹൃദയസ്തംഭനം വരാം എന്നുള്ളത്. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. അവന് ഇതിന്റെ ഈ ഒരു സിസ്റ്റംസിലൂടെയൊക്കെ മെഡിക്കേഷനിലൂടെ ഇവനെ കടത്തിവിടുമ്പോൾ അവന്റെ കൊച്ചു ഹൃദയമൊന്നും ഈ മെഡിസിൻസ് ഒന്നും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നും വഹിക്കാൻ കഴിയുന്ന പാകം അവന്റെ ശരീരമായിട്ടില്ല. അതുകൊണ്ട് ഏത് സമയത്തും ഒരു ഹൃദയസ്തംഭനം ഉണ്ടാകാൻ അതീവ സാധ്യതയുണ്ട്. 3, അവർ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈസ് ഗോയിങ് ടു ബി എ ലൈഫ് ലോങ് ഡയാലിസിസ് പേഷ്യന്റ്. അവന് എപ്പോഴും എല്ലാ കാലങ്ങളിലും അവൻ ജീവനുള്ള കാലം മുഴുവനും അവന്റെ ശരീരത്തിലെ കിഡ്നികൾ അത് പ്രവർത്തനരഹിതമാകും. എപ്പോഴും അവന്റെ ശരീരത്തിൽ ഡയാലിസിസ് എന്നൊരു ശുശ്രൂഷ അത് വരുന്ന മണിക്കൂറുകൾ, മിനിറ്റുകൾ കൊണ്ട് ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ 3 റീസൺസ്, 3 കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ശ്രദ്ധേയമായി വെച്ചു. നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ലഭ്യമാകില്ല. ഇനി ലഭ്യമായാൽ തന്നെ 1, കോമ സ്റ്റേജ്, 2, കാർഡിയാക് അറസ്റ്റ്, 3, ഈ ഒരു പ്രോസസ്, അതായത് കിഡ്നി സംബന്ധമായ ഡയാലിസിസിലൂടെ ഇവനെ കടത്തിവിടണം എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഒരു ഭ്രാന്തനെ പോലെ എന്റെ ഭാര്യ നിലവിളിക്കുന്ന നിലവിളി ആ ദേശം മുഴുവനും, എനിക്ക് തോന്നുന്നു ആ ഹോസ്പിറ്റലിന്റെ ആ ഏരിയ മുഴുവനും ആളുകൾ വന്ന് കൂടാനായിട്ട് തുടങ്ങി. എന്റെ കൂടെയുള്ള ഇതറിഞ്ഞ് എന്റെ കുഞ്ഞിന്റെ മരണം വാർത്ത ഇങ്ങനെ ഏകദേശം നിശബ്ദമായി. അതായത് കാരണം ഇത്രയേ ഉള്ളൂ, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, പലരും ഒക്കെ വിളിച്ച് ഇവരോട് ഡയറക്റ്റ് അന്വേഷിക്കാൻ തുടങ്ങി. നഴ്സുമാരുണ്ട്, IC യൂണിറ്റുകളിൽ നിൽക്കുന്ന സ്റ്റാഫുകളുണ്ട്, ഇവരോടൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അനൂപച്ചന്റെ കുഞ്ഞിന്റെ കണ്ടീഷൻ ചോദിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞത് ഇങ്ങനെയാണ്, അനൂപച്ചന്റെ കുഞ്ഞിനെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടില്ല, കാരണം വെരി സീരിയസ് ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ വിഭാഗത്തിലെ എന്റെ സ്നേഹിതരെല്ലാം പറഞ്ഞത്. ഇത് കേട്ട ഉടൻ തന്നെ എന്നെ സ്നേഹിക്കുന്ന സഭകളുടെ അച്ഛന്മാര് പലരും ഒക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്ത് ആ ക്യാമ്പസിലേക്ക് വന്നു. ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന മണ്ണന്തല സഭയിൽ നിന്നും ജഗതി സഭയിൽ നിന്നും MM ചർച്ചിൽ നിന്നും പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് സർജിൻ തോമസ് തുടങ്ങി ഒരുപാട് പേര് എന്റെ കൂടെ വന്ന് എന്റെ ഈ വേദനയുടെ സമയത്ത് എന്റെ കൂടെ നിന്ന് ഞാൻ ഇന്നും ഓർക്കുകയാണ്. കാരണം ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ആയിത്തീർന്നു. എല്ലാവരും കാത്തു നിൽക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കൂട്ടങ്ങളൊന്നും പാടില്ല,
കോവിഡിന്റെ 2ാം തരംഗമാണ്. ഇങ്ങനെ ആൾക്കാരൊക്കെ ഈ പീഡിയാട്രിക് സെഷന്റെ മുമ്പിൽ കൂടുന്നത് കണ്ടപ്പോൾ പിന്നെ പോലീസൊക്കെ ഇടപെടേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്രയേ ഉള്ളൂ, പ്രിയമുള്ളവരെ, എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇടപെടൽ മുഖാന്തരം മാത്രമാണ് ഞങ്ങൾ ഇന്നായിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ. ഡോക്ടർ റിയാസും സംഘവും എന്റെ കുഞ്ഞിനെ അവരേറ്റെടുത്തു. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പടയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ട്രീറ്റ്മെന്റിൽ ഡോക്ടർ റിയാസ് എന്റെ കുഞ്ഞിന്റെ ശരീരം വാങ്ങി അകത്തേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞ, അച്ഛനും കൊച്ചമ്മയും കൂടെ ഞങ്ങളുടെ കൂടെ നിൽക്കണം. വരുന്ന ഒരു 6 മണിക്കൂർ ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഈ കുഞ്ഞിന്റെ കൂടെ നിന്ന് ഇത്രയും കാര്യം ചെയ്താൽ മതി. ആകെ ചെയ്യേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കുഞ്ഞിനെ ഒന്ന് കുഞ്ഞിന്റെ കണ്ണടഞ്ഞു പോകാതെ, അവന്റെ ബ്രെയിൻ അതിന്റെ ആക്ടിവിറ്റീസ് നിന്നു പോകാതെ, അവന്റെ ഓർമ്മ നിലച്ചു പോകാതെ ജസ്റ്റ് അവനെ ഒന്ന് തട്ടി ഉണർത്തി, മക്കളെ ജൊഹാനെ ഇങ്ങനെ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അത് എത്ര സമയം? 6 മണിക്കൂർ ചെയ്യണമെന്നുള്ളത്. പ്രിയമുള്ളവരെ, ഒരല്പസമയം കഴിഞ്ഞ് ICU യൂണിറ്റിനകത്തേക്ക് ഞങ്ങളെ രണ്ടുപേരെയും പ്രവേശിപ്പിച്ചു. ഞങ്ങൾ വളരെ 6 മണിക്കൂറത്തെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർമാരുടെ പെർമിഷനോടുകൂടി അവർ ഞങ്ങളെ വെൽക്കം ചെയ്തു. പക്ഷേ എന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവനും വിത്തിൻ ഒരു 5 to 10 മിനിറ്റ്സിനകത്ത് അവന്റെ ശരീരത്തിൽ എവിടെയൊക്കെ സുഷിരങ്ങളുണ്ടോ അവിടെ എല്ലാം മെഡിക്കൽ സയൻസിന്റെ അതിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ട്യൂബുകളും അതും ഇതൊക്കെ കൊണ്ട് നിറച്ചു. പുകവും മൂക്കിലും പിന്നെ ശരീരത്തിൽ എവിടെയൊക്കെ സുഷിരങ്ങളുണ്ടോ അവിടെ ഇല്ല. പിന്നെ അവന്റെ ശരീരം മുഴുവനും ഒരുപാട് മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ബ്ലഡ് എടുക്കുന്നതും ഇത് കാര്യങ്ങൾ ഒരുപാട്, അതിന്റെ ശബ്ദവും കോലാഹലവും ഒക്കെ കേൾക്കുമ്പോ ഞാൻ വളരെ സ്നേഹത്തോടും താഴ്മയോടും പറയട്ടെ, ഒരപ്പൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു സമയമാണത്. കാരണം ആ കാഴ്ച കണ്ട് എന്റെ ഹൃദയം അങ്ങ് വല്ലാതെ അസ്വസ്ഥപ്പെട്ടു പോയിരുന്നു. കാരണം എന്റെ കുഞ്ഞ് നിശബ്ദനായി തുടങ്ങി, അവന്റെ വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ട്. അതിനിടയിൽ ഈ മെഡിക്കൽ യൂണിറ്റിന്റെ എല്ലാ സംവിധാനങ്ങളും ഒക്കെ അവന്റെ ശരീരത്തിൽ വെച്ചപ്പോ ആ വേദനയുടെ ഒരു വല്ലാത്ത അസ്വസ്ഥത അവൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം കണ്ട് ഹാഗർ തന്റെ കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് ഒരല്പം മാറിയിരുന്നത് പോലെ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ല. കൂടെ നിന്ന് ഞങ്ങൾക്ക് ഒരു 6 സെക്കൻഡ് പോലും, ഞാനത് ഇന്നും പറയാൻ ആഗ്രഹിക്കുന്ന, ഒരു 6 സെക്കൻഡ് പോലും ഒരു അപ്പൻ എന്നുള്ളതിൽ, ഒരു അമ്മ എന്നുള്ളതിൽ ഞങ്ങൾക്ക് അവനെ സഹായിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം ആ കാഴ്ച കണ്ടു നിൽക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി. ഞാൻ ഓടിയത് എവിടേക്കെന്ന് ചോദിച്ചാല്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജില് ഒരുപക്ഷെ ആ സ്ഥലത്തൊക്കെ വന്നിട്ടുള്ള ആളുകൾക്കറിയാം, വലിയ വൻ മരങ്ങളുണ്ട്. ചില മരങ്ങളുടെ അരികിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ചില ഏരിയയാണ്. ഞാൻ അവിടെ പോകുമ്പോ ഒരു മരത്തിന്റെ ഇടയിൽ ആൾക്കാരൊക്കെ ഒത്തിരി പേര് കൂടി നിൽക്കുന്ന, എന്നെ അറിയാവുന്നവരുണ്ട്, ഞങ്ങളെ അറിയാവുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ ഈ ദുഃഖത്തിൽ പങ്കുചേരാൻ, ഈ വേദനയിൽ പങ്കുചേരാനൊക്കെ ഒരുപാട് പേര് വന്ന് നിൽപ്പുണ്ട്. അപ്പൊ ഈ ഒരു ദുഃഖത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവരിൽ നിന്നെല്ലാം വേറിട്ട് ഞാൻ ഓടി ആരും കാണാതെ ഒരു മരത്തിന്റെ മൂട്ടിൽ അനേകര് മൂത്രമൊഴിക്കുന്ന, അനേകര് ഈ ഒരു മരത്തിന്റെ മൂട്ടിലാണ്, ആ ഒരു ചുവടിലാണ് വന്ന് യൂറിൻ പാസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പക്ഷികളൊക്കെ കാഷ്ടിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട്, അതായത് ആ ഒരു 2 വീലറോ 4 വീലറോ കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനകത്ത് നമ്മുടെ വാഹനം മുഴുവനും പക്ഷികൾ കാഷ്ടിക്കും. ഞാൻ വളരെ വേദനയോടും വളരെ സമർപ്പണത്തോടും ഞാൻ പറയട്ടെ, ആരും ഒരുപക്ഷെ കൈക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ഥലം, അത്രമാത്രം മനുഷ്യന്റെ വിസർജ്യം കൊണ്ട് നിറഞ്ഞ ആ ഒരു സ്ഥലത്ത്, പക്ഷികൾ കാഷ്ടിക്കുന്ന ഒരു സ്ഥലത്ത് മുട്ടുമടക്കി ഞാൻ ദൈവത്തോട് സമ്മതിച്ച ഒരു മനുഷ്യനാണ്. കാരണം ദൈവമേ, ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടാണ് നീ ഞങ്ങളെ വിളിച്ചത്. 4 വർഷത്തിന് ശേഷമാണ് നീ എനിക്കൊരു തലമുറയെ നൽകിയത്. പക്ഷേ എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ട് കൊതി തീർന്നിട്ടില്ല. എനിക്ക് അവനെ തിരിച്ചു തരണമേ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. അവനെ താലോലിച്ച് കൊതി തീർന്നിട്ടില്ല, അവനെ കണ്ടു കൊതി തീർന്നിട്ടില്ല. ഈ 2.5 വയസ്സിൽ ഈ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് എന്റെ കുഞ്ഞി ലോകത്തോട് വിട പറഞ്ഞാൽ എന്റെ സുവിശേഷം എന്താകും? ഞാൻ ദൈവത്തോട് അങ്ങോട്ട് പിറുവിറുപ്പും എന്റെ പരിഭവങ്ങളും എന്റെ വേദനയും എല്ലാം ഞാൻ തിരിച്ചു പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ ഞാൻ ഓരോരോ കാര്യങ്ങൾ എഗ്രിമെന്റ് ഞാൻ സൈൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, തമ്പുരാനെ, നീ എനിക്ക് കുഞ്ഞിനെ തിരിച്ചു തന്നാൽ, നീ എനിക്ക് കുഞ്ഞിനെ ആയുസ്സോടെ മടക്കി തന്നാൽ, എന്റെ ആയുസ്സുള്ള കാലം മുഴുവനും ഞാൻ നിനക്ക് വേണ്ടി പാടുകയും പ്രസംഗിക്കുകയും ചെയ്യാം. വെള്ളം കലർത്താതെ സുവിശേഷ നിലപാടോടുകൂടി ദൈവം എവിടെയാണോ അയക്കുന്നത് അവിടെ പോയി നിന്ന് മരണം വരെയും നിന്റെ സാക്ഷ്യമായിട്ട് നിൽക്കാമെന്ന് ഞാൻ അങ്ങോട്ട് കവനന്റിൽ സൈൻ ചെയ്ത ഒരാളാണ്. കാരണം ഞാൻ ഒരുപാട് പരിഭവം പറഞ്ഞു, നീ തന്നതല്ലേ, പ്രാർത്ഥിച്ച് നീ തന്നതല്ലേ, ഞാൻ ചോദിച്ചതുപോലെ എല്ലാം നീ ഭംഗിയായിട്ട് തന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് നീ തിരിച്ചെടുക്കുമ്പോൾ എനിക്ക് നിന്നോട് പരിഭവം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. പക്ഷേ ആ പക്ഷികൾ കാഷ്ടിച്ച, മനുഷ്യർ മൂത്രമൊഴിക്കുന്ന സ്ഥലത്തിരുന്ന് ഞാൻ എന്റെ കവനന്റ് സൈൻ ചെയ്തു. ഞാൻ സൈൻ ചെയ്ത് ഇങ്ങനെയാണ്, ദൈവമേ, നീ എനിക്ക് ഒരു അവസരം കൂടെ തന്നാൽ, ഒരു സാഹചര്യം കൂടെ തന്നാൽ, ഈ 2.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ ആയുസ് നീ തിരികെ നൽകിയാൽ, ദൈവം എവിടെയാണോ ഞങ്ങൾ അയക്കുന്നത് അവിടെയൊക്കെ പോയി യേശു വലിയവൻ എന്ന് വിളിച്ച് ഞങ്ങൾ പറയും. അതല്ല, ഞങ്ങൾ ഒരുപക്ഷെ ഭൗതിക ശരീരം കൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് ഭവനത്തിലേക്ക് പോകേണ്ടി വന്നാൽ, എന്റെ സുവിശേഷ വേല ഇതോടുകൂടി ഞാൻ നിർത്തും. ഞങ്ങൾക്കതൊരു സാക്ഷ്യമില്ലായ്മയാകും, ഞങ്ങൾക്കതൊരു വേദനയാകും.
ലോകം നിന്റെ ദൈവം എവിടെ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ നിശബ്ദനാകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെ കൈവിടരുതേ എന്ന് കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ ഒരുപക്ഷെ ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ച ഒരാളാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം അന്ന് തുടങ്ങി, അതായത് ആ സമയം തൊട്ട് ഏകദേശം 14 ദിവസം എന്റെ കുഞ്ഞ് അതിതീവ്ര സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഒരുപാട് പ്രശ്നങ്ങൾ. ആദ്യത്തെ 6 മണിക്കൂർ കഴിഞ്ഞപ്പോ ഡോക്ടർമാര് പുറത്തേക്ക് വന്നു. അന്ന് 6 മണിക്കൂറിൽ എന്റെ കുഞ്ഞിന്റെ കൂടെ നിന്ന് കുഞ്ഞിനെ തട്ടി ഉണർത്തിയത് കൊച്ചമ്മയുടെ പപ്പയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു 65 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുഞ്ഞിന്റെ കൂടെ നിന്ന് ആ ശുശ്രൂഷയിൽ സഹകരിക്കും. അദ്ദേഹം ധൈര്യമായിട്ട് അകത്ത് കയറി കുരിശു വരച്ച് കുഞ്ഞിനെ പ്രാർത്ഥിച്ച് മെഡിക്കൽ സയൻസിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നു. പ്രാർത്ഥനയുടെ പടയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ ദൈവത്തോട് മൽപ്പിടുത്തം നടത്തുന്നു. എന്റെ ഭാര്യ പിതാവ് കുഞ്ഞിന്റെ തലയുടെ ആ ചുവട്ടിൽ നിന്നുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ച് ആ ICU യൂണിറ്റിനകത്ത് ദൈവകൃപ വ്യാപരിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ആദ്യത്തെ 6 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ റിയാസ് സംഘം പുറത്തു വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അദ്ദേഹത്തിന്റെ മുഖം, ചിരിച്ച മുഖം എന്നോട് പറഞ്ഞു, കുഞ്ഞിനെ കയറി കാണാൻ വെച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, അച്ഛൻ കയറി കാണണമെന്നോ. ഞാൻ നോക്കിയപ്പോ എന്റെ കുഞ്ഞിന്റെ ആ ശരീരം മുഴുവനും ട്യൂബുകളും അതും ഇതൊക്കെ സംവിധാനങ്ങൾ. അവൻ ചെറുതായിട്ട് വാടിയ കണ്ണുമായിട്ട് ഇങ്ങനെ കണ്ണു തുറന്ന് എന്നെ നോക്കി. എന്നോട് ഫോൺ എടുക്കുന്നു, എല്ലാവരെയും വിളിക്കുന്നു, തിരുമേനിയെ വിളിക്കുന്നു, ബാക്കി എന്നെ സഹായിച്ച പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് പോകും എന്നുള്ളതാണ് എന്റെ ചിന്ത. ഇപ്പൊ വീട്ടിലേക്ക് പോകും. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഡോക്ടർ റിയാസ് അദ്ദേഹം എന്നെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞാ, ആരോടും ഒന്നും പറയണ്ട, ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് ഒരു സ്റ്റേജ് മാത്രമേ ആയിട്ടുള്ളൂ, ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഈ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി 48 hours, 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ്, ഒരു മെഡിക്കൽ സയൻസിന്റെ ഒരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ 6 മണിക്കൂർ കൊണ്ട് തീരുന്നതല്ല, ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ ആയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരോടും പ്രാർത്ഥന നിർത്തരുതേ എന്ന് പറയരുതേ, അവരോട് കണ്ടിന്യൂ ചെയ്യാൻ പറയുക, പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ, ഗോഡ് ഹു സസ്റ്റെയിൻ അവർ ലൈഫ്, ജീവനെ നിലനിർത്തുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളൊക്കെ ആരാധിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ജീവനെ മടക്കി നൽകുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളൊക്കെ സാക്ഷീകരിക്കുകയും പാടുകയും പ്രസംഗിക്കുകയും വിശ്വാസത്തിൽ നമ്മൾ ഒരുപക്ഷെ നിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ തമ്പുരാന്റെ കരം അത് കുറുകിപ്പോയിട്ടില്ല, ചെവി മന്ദമായി പോയിട്ടില്ല. ഇന്നും വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമാണ് ഞങ്ങൾ 3 പേരും എന്നുള്ളത്. പ്രിയമുള്ളവരെ, നീണ്ട 14 ദിവസം മാരകമായ അവസ്ഥയിലൂടെ, തീവ്രമായ ദുഃഖത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് ഞാൻ. വീണ്ടും 14ാമത്തെ ദിവസമാണ് എന്റെ കുഞ്ഞിനെ ഞാൻ പിന്നെ കാണുന്നത്. ഓരോ ദിവസങ്ങൾ, ഈ 14 ദിവസം പ്രിയമുള്ളവർ, ഞാൻ വളരെ താഴ്മയോടെ പറയട്ടെ, ഈ 14 ദിവസം ഞങ്ങള് വസ്ത്രം മാറിയിട്ടില്ല, നേരെ വാഷ്റൂമിൽ ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞങ്ങൾ വാച്ച് നോക്കിയിട്ടില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, രാത്രിയാണോ പകലാണോ എന്ന് അറിയാൻ ഞങ്ങൾ വാച്ച് നോക്കിയിട്ടില്ല. ഞങ്ങളുടെ വസ്ത്രം, ഞങ്ങളുടെ ശരീരം ഞങ്ങൾ കുളിക്കാറില്ല, നനയ്ക്കാറില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഭ്രാന്തമായ ഒരു അവസ്ഥയാണ്. കാരണം ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് ICU യൂണിറ്റിനകത്ത് മരണത്തെ മുഖാമുഖം കണ്ട് ഈ വെന്റിലേറ്ററിന്റെ സപ്പോർട്ടോടുകൂടെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ലഞ്ച് ഇല്ല, ഡിന്നർ ഇല്ല, രാത്രി എന്നില്ല, പകലെന്നില്ല. ICU യൂണിറ്റിന്റെ പുറത്ത് ഒരു സ്പെഷ്യൽ പെർമിഷനോടുകൂടെ ഞാനും പുറത്തുണ്ട്. രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ സിസ്റ്റേഴ്സ് ഒക്കെ വന്ന് വിളിക്കും, ബ്ലഡ് ഇന്ന കാര്യത്തിന് വേണം, അല്ലെങ്കിൽ മറ്റ് മെഡിസിൻസ് വേണം. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സമയപരിധികളില്ലാതെ ഇങ്ങനെ ഓടി നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. എന്നാൽ ഈ 2.5 വയസ്സിൽ എനിക്ക് ദൈവം തന്ന ഒരു വലിയ കൃപയെന്ന് പറയുന്നത്, എന്റെ കുഞ്ഞിനെ ഒരു ഓൺലൈൻ VBS, MM ചർച്ചിന്റെ ഒരു ഓൺലൈൻ VBS അന്ന് ഈ കുഞ്ഞിനെ പാമ്പ് കടിക്കുന്നതിന് മുമ്പ് ഈ 2.5 വയസ്സിനകത്ത് എനിക്കൊരു ശുശ്രൂഷ ചില ആഴ്ചകൾക്ക് മുമ്പ് അവനെ പങ്കെടുപ്പിക്കാൻ ദൈവം അവസരം നൽകി. അപ്പൊ ആ അവസരത്തിൽ അവന്റെ ആ VBSൽ ഏകദേശം 10 ദിവസത്തെ ഒരു VBS ആണ്. ഓൺലൈൻ വഴി ഞങ്ങൾ രണ്ടുപേരും അവനെ നിർബന്ധപൂർവ്വം ഇരുത്തി ആ ശുശ്രൂഷയിൽ പരിചയപ്പെടുത്തി. അവന് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ അവനാകെ ആ VBSനകത്ത് കിട്ടിയത് ഒരു ഇംഗ്ലീഷ് ഗാനത്തിന്റെ ഒരു ചെറിയ 2 വരികളാണ്. ഇംഗ്ലീഷ് ഗാനം. അതവൻ ഇങ്ങനെ എപ്പോഴും കൊച്ചു കൊച്ചു വാക്കുകളൊക്കെ വെച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക പതിവാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. ഒരു ദിവസം ഈ 14 ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ഒരു ദിവസം ഈ ICU യൂണിറ്റിനകത്ത് ഏകദേശം എനിക്ക് ഒന്ന് 2 മണി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ 2 മണിയൊക്കെ ആയപ്പോ സിസ്റ്റർ വന്ന് ഈ വാതിൽ തുറക്കുമ്പോ ഞാൻ എന്റെ കുഞ്ഞിന്റെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കണം. എന്റെ ജോഹാൻ അകത്ത് കിടന്ന് ഇങ്ങനെ പാടുന്നുണ്ട്, നെവർ അലോൺ, നെവർ അലോൺ, നെവർ അലോൺ, ജീസസ് ഐ ആം വിത്ത് യു. അതായത് ആ വർഷത്തെ VBSൽ അവനാകെ കിട്ടിയ ഒരു പാട്ടിന്റെ 1-2 വരി ഇങ്ങനെയാണ്, നെവർ അലോൺ, നെവർ അലോൺ, നെവർ അലോൺ, ഐ ആം വിത്ത് യു, നെവർ അലോൺ, നെവർ അലോൺ, നെവർ അലോൺ, ഐ ആം വിത്ത് യു. മനോഹരമായ പാട്ട്.
ഈ 2 മണി സമയത്ത് പുറത്ത് നിൽക്കുന്ന ഞാൻ ഈ ഡോറ്, ഐസിയുവിന്റെ ഡോറ് ഞാനിങ്ങനെ തുറന്നപ്പോ ഏകദേശം 10ലധികം കുഞ്ഞുങ്ങളോടൊപ്പമാണ് എന്റെ കുഞ്ഞ് കിടക്കുന്നത്. ആ ഇരുട്ട് നിറഞ്ഞ ഒരു മുറിക്കകത്ത് നിന്ന് ഞാൻ കേൾക്കുന്ന എന്റെ കുഞ്ഞിന്റെ ശബ്ദം ഇങ്ങനെയാണ്, നെവർ അലോൺ, നെവർ അലോൺ, ജീസസ് ഐ ആം വിത്ത് യു. പുറത്തുനിന്ന് ദുഃഖിക്കുന്ന ഒരു അപ്പനായ എന്നോട് എന്റെ കുഞ്ഞ് ആ ഐസിയുവിനകത്ത് നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ ഒരു സുവിശേഷം ഇങ്ങനെയാണ്, അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ എന്റെ ദൈവം ഉണ്ട് എന്നുള്ളത്, എന്റെ കൂടെ എന്റെ കർത്താവുണ്ട്. പ്രിയമുള്ളവരെ, നീണ്ട 14 ദിവസത്തിന് ശേഷം എന്റെ കുഞ്ഞിനെ ദൈവം ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകി. അവന്റെ ശരീരം മുഴുവനും ഈ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഇഞ്ചക്ട് ചെയ്ത് അവനൊരു ഡ്രോമ പോലെ വല്ലാത്തൊരു അവന്റെ ആക്ടിവിറ്റീസ്, അവന് ചിരിക്കാൻ പറഞ്ഞാൽ അവൻ ചിരിക്കില്ല. അവന്റെ കണ്ണിന്റെ ഒരു സ്ലോനെസ്, മൊത്തത്തിൽ അവനിങ്ങനെ അവന്റെ ശരീരവും അവന്റെ കണ്ണുകളും അവന്റെ പഴയ ചിരി കളി ഒന്നുമില്ല, വളരെ സ്ലോ ആയി. കാരണം നീണ്ട 14 ദിവസം ഇങ്ങനെ വല്ലാത്ത അവസ്ഥകളിലൂടെയാണ് കടന്നുപോയത്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഈ 14ാമത്തെ ദിവസം ഞാൻ പോകുന്നത്, എന്റെ കുഞ്ഞിനെ ഞാൻ കാണാനായിട്ട് പോകുന്നത് സർജറി ഡിപ്പാർട്ട്മെന്റിലാണ്. ഡോക്ടർ ശിവദാസ് സർജറി ഡിപ്പാർട്ട്മെന്റിൽ എനിക്കൊന്ന് സമയമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സർജറി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ഡോക്ടർ ശിവദാസ് സംഘവും എന്നെ കാത്തു നിൽക്കുകയാണ്. എന്റെ കുഞ്ഞ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അവന്റെ കാലിൽ ഒരു മുറിവുണ്ടെന്ന് എനിക്കറിയാം. മുറിവുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കാരണം ഈ കോബ്ര ബൈറ്റ് വച്ച ഒരു കാല്, അവന്റെ ഒരു ചെറിയ മുറിവുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അന്നേ ദിവസം ഡോക്ടർ ശിവദാസ് സംഘവും ഈ സർജറി റൂമിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി എന്നെയും അതിനകത്ത് കയറ്റി എന്റെ കുഞ്ഞിന്റെ കാല് അവനിങ്ങനെ പൊതിഞ്ഞിരുന്ന ആ കെട്ടിങ്ങനെ അഴിക്കുമ്പോൾ അടുത്ത ഒരു രംഗം ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. അവന്റെ കാല് ഇങ്ങനെ അഴിച്ച് ആ അഴിക്കുന്ന സിസ്റ്റർ ഇങ്ങനെ വല്ലാതെ വിയർക്കുന്നുണ്ട്. എ സി ഒക്കെ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അഴിക്കുന്ന സിസ്റ്ററിന് അറിയാം ഈ കുഞ്ഞിന്റെ കാല് എത്രമാത്രം വ്രണം പിടിച്ചിരിക്കുന്നു എന്നുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ ആ കുഞ്ഞിന്റെ കാല് കാണുന്നത്. എന്റെ കുഞ്ഞിന്റെ കാല് ഇങ്ങനെ ഓരോ ബാൻഡേജും ഇങ്ങനെ ഇളക്കി എടുത്ത് വരുമ്പോ ഞാൻ വളരെ ആഘോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം ദൈവം അവന്റെ ആയുസ് തിരിച്ചു തന്നല്ലോ. വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോ ചെറിയൊരു മുറിവ് എന്നുള്ള ചിത്രം ഞാനിങ്ങനെ എന്റെ മനസ്സിൽ, എന്നാൽ എന്റെ കുഞ്ഞിന്റെ കാൽപാദം മുഴുവനും എടുത്ത് അതിന്റെ പഞ്ഞിക്കെട്ടെടുത്ത് മാറ്റുമ്പോ ഞാൻ ഞെട്ടിയ ഒരു കാഴ്ച എന്നുള്ളത്, ആ കൊച്ചു കാലിൽ മാംസമില്ല, പഴുത്ത് അഴുകി നാറിയ രീതിയിൽ ഒരു കൊച്ചു കാൽ എന്റെ മുമ്പിൽ, ഒരു കൊച്ചു കാല്. പ്രിയമുള്ളവരെ, എന്റെ അടുത്ത 2ാമത്തെ മനസ്സിലെ മറിയയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോയി എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എന്റെ നെഞ്ചു പൊട്ടി ഞാൻ ആ ഐസിയുവിനകത്ത് ഞാൻ വീണ്ടും ഇറങ്ങി ഓടി. കാരണം എന്റെ കുഞ്ഞിന്റെ കാല് മുഴുവനും പഴുത്ത് വ്രണമായി ഒരു മാംസ കഷ്ണമായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, പിന്നീടാണ് ഡോക്ടർ ശിവദാസ് എന്നോട് പറയുന്നത്, വെച്ചാൽ ഈ കുഞ്ഞിന്റെ കാലില് രക്തയോട്ടം നിലയ്ക്കാൻ സാധ്യതയുണ്ട്. അവന്റെ കാല് മുഴുവനും ഈ കോബ്ര ബൈറ്റിന്റെ പോയിസൺ മുഖാന്തരം അത് മൊത്തം നശിച്ചിരിക്കുകയാണ്, സർജറി ചെയ്യണം. എന്നാൽ അതിന് മുമ്പായിട്ട് അടുത്തൊരു ചെക്കപ്പ് ഉണ്ട്. അതില് പ്രത്യേക ഒരു മെഷീനിലൂടെ ഇവന്റെ കാലിനെ കടത്തിവിട്ട് അതിനകത്ത് ഒരു ബ്ലഡിന്റെ സർക്കുലേഷൻ ഇല്ലെങ്കിൽ ആ കാലും നമുക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ ഒരു വല്ലാത്തൊരു സാക്ഷ്യം, ഒരുപക്ഷെ ഒരു സാഹചര്യം എന്റെ മുമ്പിൽ വന്നു. പ്രിയമുള്ളവരെ, അവൻ എന്റെ കരങ്ങളിൽ തന്നു. ഞാൻ തിരിച്ചവിടെ പോയി എന്റെ കരങ്ങളിൽ എനിക്ക് തന്നു. എന്നെ സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ആംബുലൻസിൽ നിന്ന് ഒരു കെട്ടിടത്തിൽ മറ്റൊരു കെട്ടിടത്തിലേക്ക്, മറ്റൊരു മെഷീന്റെ സജ്ജീകരണങ്ങളൊക്കെയുള്ള സ്കാൻ ചെയ്യാനുള്ള ഒരു കെട്ടിടത്തിലേക്ക് ഞാനും ഡോക്ടറും മറ്റ് 2 നേഴ്സുമാരുമായിട്ട് ഇവനെയും കൊണ്ടുപോയി. ആ മെഷീനിൽ അവനെ കിടത്തി. എന്നിട്ട് ആ മെഷീൻസില് ആ റിസൾട്ട് എനിക്ക് പോസിറ്റീവ് ആയിരിക്കണം. അതായത് അവന്റെ കാലിൽ ബ്ലഡിന്റെ സർക്കുലേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള റിസൾട്ടുമായി ഞാൻ തിരിച്ചു പോയില്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കാലിനെ അവര് മുറിച്ചു മാറ്റും. കാരണം അത്രയ്ക്കും നാറിയ ഒരു മാംസകഷ്ണം. ഒരു മനുഷ്യ ശരീരം അത് അഴുകി തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് അതിന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഒരുപക്ഷെ കാണാൻ പോലും നമുക്ക് അറയ്ക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഈ മെഷീൻസിൽ എന്റെ കുഞ്ഞിനെ കിടത്തി സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് എല്ലാം ഇങ്ങനെ റെഡിയായി നിന്നു. എന്റെ പെൻ ക്യാമറയും അതെല്ലാം ഉപയോഗിച്ചെല്ലാം അവന്റെ കാലില് ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. അവർക്ക് ഞാനൊരു അച്ഛനാണെന്നുള്ളത് അവർക്ക് അറിയാം. കൂടെ വന്ന ഡോക്ടർ ആകാശാണ് എന്റെ കൂടെ വന്നത്. അദ്ദേഹവും ബാക്കിയുള്ളവരും ഞാൻ പറഞ്ഞ ഡോക്ടറെ, അവൻ ഈ ഒരു പ്രത്യേക എക്സാമിന് വേണ്ടിയിട്ട് അവനെ ഒരുക്കുന്നതിന് മുമ്പ് എനിക്ക് 1 മിനിറ്റ് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞു. ഈ ഡോക്ടർമാരും നഴ്സുമാരെല്ലാം എന്നോട് പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഈ ഒരു ബെഡിലേക്ക് അവനെ കിടത്തി, ആ മെഷീനിൽ അവനെ കിടത്തിയിരിക്കുന്നു. ഞാൻ അവന്റെ പുറത്തു കൂടെ ഞാൻ അങ്ങ് കിടന്നിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കും, തമ്പുരാനെ, ഈ റിസൾട്ട് വരുമ്പോ ഇവന്റെ കാലിന് ഒരു ദോഷം വരരുത്. ഒരു തുള്ളി രക്തം അതിനകത്ത് അയച്ച് പോസിറ്റീവായ റിസൾട്ട് കൊണ്ടുവേണം തിരിച്ചു പോകാൻ. ഞാൻ ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ചു, എഴുന്നേറ്റു. അവിടെ ഇരുന്ന അതിന്റെ ഓപ്പറേറ്റീവ്സ് എല്ലാവരും ചേർന്ന്, ഒരു കൊച്ചു കുഞ്ഞായത് കൊണ്ട് തന്നെ അവന്റെ ഈ കാലിലെ രക്തത്തിന്റെ ഓട്ടം ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. അപ്പോ അത് വലിയൊരു മോണിറ്ററിൽ എനിക്ക് കാണാം. കമ്പ്യൂട്ടറിൽ ഒരു മോണിറ്റർ അവിടെ ഇരിപ്പുണ്ട്. അവന്റെ ബ്ലഡ് എവിടെയൊക്കെ ഉണ്ടോ അത് ബ്ലഡ് ഇങ്ങനെ അതിന്റെ ഓരോ തുള്ളികൾ ഇങ്ങനെ ഓടുന്നത് കാണാൻ പറ്റും നമുക്ക്. എന്നാൽ ഈ കാലിന്റെ അരികിലോട്ട് വരുന്തോറും
അവിടെ എററാണ് വരുന്നത്. മീൻസ് അവിടെ ഒന്നും വരുന്നില്ല, അതില് ബ്ലഡിന്റെ ഒരു കണികകളും വരുന്നില്ല. പ്രിയമുള്ളവരെ, എനിക്ക് വലിയ പ്രയാസമായി. കാരണം 5 മിനിറ്റ് കൊണ്ട് നടക്കേണ്ടുന്ന ഒരു പ്രത്യേക ഒരു എക്സാം ആണത്. അത് പെട്ടെന്ന് അത് കഴിയുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ 5 മിനിറ്റ് ആയി, 10 മിനിറ്റ് ആയി. അവർ തന്നെ പറയുന്നു, കൂടെ നിന്ന ഡോക്ടർ തന്നെ പറയുന്നു, ആ ഓപ്പറേറ്റേഴ്സിനോട് പറയുന്നു, അതിന്റെ സ്റ്റാഫുകളോട് പറയുന്നു, ഒരല്പക്കൂടെ സമയം എടുത്ത് നോക്കുക, കൊച്ചു കുഞ്ഞല്ലേ, അവന്റെ കാല് അത് നമ്മൾ പ്രയാസപ്പെടുത്തരുത്, ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ. ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പറഞ്ഞു, തമ്പുരാനെ, എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കൊണ്ടേ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി. പ്രിയമുള്ളവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, എന്റെ സ്വർഗത്തിലെ ദൈവം ആ പ്രത്യേക ആ റൂമിനകത്തേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. ഏകദേശം 15-20 മിനിറ്റ് എടുത്താണ് എന്റെ കുഞ്ഞിന്റെ ആ പ്രത്യേക ആ ചെക്കപ്പ് സംഭവിക്കപ്പെട്ടത്. കാരണം 5 മിനിറ്റിനകത്ത് ഒതുക്കേണ്ട ഒരു കേസായിരുന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യർക്ക് നല്ല മനസ്സ് കൊടുത്തു, ഡോക്ടേഴ്സിന് നല്ല മനസ്സ് കൊടുത്ത് ഒരല്പം സീരിയസ് ആയിട്ട് അവനെ ഇങ്ങനെ, അവനൊരു ഒരു തുള്ളി രക്തം വരാൻ വേണ്ടി അവര് പോലും പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അവര് പോലും പ്രാർത്ഥിച്ചു. ഇങ്ങനെ അപ്രതീക്ഷിതമായി ഇവന്റെ കാലിന്റെ ഭാഗത്ത് മെഷീൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് സ്ക്രീനിൽ ഒരു തുള്ളി രക്തം ഇങ്ങനെ ഓടുന്ന ഒരു കാഴ്ച. പെട്ടെന്ന് റിസൾട്ട് വന്നു, അവന് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് എന്നുള്ളത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ തേഴ്സ്ഡേ പ്രയറിൽ എനിക്ക് ഒന്ന് പ്രിയപ്പെട്ട റോയ് സാറൊക്കെ എന്നോടൊപ്പം ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ സാക്ഷ്യം പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ കാല് മുറിച്ചു കളയേണ്ട ഒരു കാലാണ്. പക്ഷേ ഇന്ന് ദൈവം അവന് നൽകിയിരിക്കുന്ന ഒരു കാലെന്ന് പറയുന്നത്, അവന്റെ കാല് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു വലിയ മുറിവാണ്. ഇതൊരു വലിയ മുറിവാണ്. അതായത് ഈ ഏരിയ മുഴുവനും ഇങ്ങനെ അഴുകി നാറിപ്പോയ ഒരു മുറിവാണ്. അപ്പൊ ഞാൻ അവനോട് എപ്പോഴും പറയും, ഡോക്ടർ ശിവദാസും ഞാനുമായിട്ട് വലിയ പ്രയാസത്തിലായി. വേറെ ഒന്നുമല്ല, ഇതിങ്ങനെ മനോഹരമായിട്ട് അവൻ ഒരു കാലാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അതായത് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് അവന്റെ ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് മാംസം എടുത്ത് മനോഹരമാക്കാൻ. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഈ ഒരു സൈൻ, ഈ ഒരു മാർക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം അവനെ ഞങ്ങൾ സുവിശേഷം, അവൻ പുറത്ത് വരുന്നതിന് മുമ്പ്, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അവനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട്, ദൈവനാമത്തിന് വേണ്ടിയിട്ട് വളർത്താമെന്ന് ഞങ്ങൾ നേർച്ച നേർന്നവരാണ്. അതുകൊണ്ട് ഇവൻ എവിടെ പോയി ഇവൻ ചെരുപ്പ് ഊരിയിടുമ്പോഴും, നമുക്കറിയാലോ, നമ്മൾ ചെരുപ്പ് ഊരിയിടുമ്പോൾ നോർമലി നമ്മൾ കാലിലേക്ക് നോക്കുമല്ലോ. ഇവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പായി ഇവന്റെ കാലിലേക്ക് നോക്കിയിട്ട് വേണം ഇവൻ അൽത്താര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ. കാരണം ഇവൻ ബാക്കി എല്ലാവരും, എന്റെ കുഞ്ഞ് ചില ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ ചില പാട്ടൊക്കെ പാടി 2-3 പാട്ടൊക്കെ കഴിയുമ്പോൾ അവൻ തളർന്നു പോകും. എന്നോട് പറഞ്ഞു, ഞാൻ ചോദിക്കുഞ്ഞെ, പാട്ട് പാടിയപ്പോൾ നീ എന്താ എഴുന്നേറ്റ് നിൽക്കാത്ത? പറഞ്ഞു, ഡാഡി, എന്റെ കാലങ്ങ് തളർന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ ബെഞ്ചിൽ ഇരുന്ന് പാടിയത്. ഞാൻ അവനോട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ മക്കളെ, നീ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ആലയത്തിൽ ആരാധന നടക്കുമ്പോ ബാക്കി ജനങ്ങൾ എല്ലാവരും ഇരുന്നാലും നീ ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയാമോ? ദൈവം നിനക്ക് തന്ന ഒരു കാലം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനും അവന് വേണ്ടി നിൽക്കാനുള്ള ഒരു കാലമാണ്. കാരണം നീ ഇരുന്ന് ആരാധിക്കേണ്ടുന്നവനല്ല, നീ നിന്ന് ആരാധിക്കേണ്ടുന്നവനാണ്. പ്രിയമുള്ളവരെ, വളരെ വേഗം ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന്റെ കൃപയാൽ വേദപുസ്തകത്തിനകത്ത് നമ്മളിന്ന് വായിച്ച ഈ ഭാഗത്തിനകത്ത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, മരിച്ചുപോയ കുഞ്ഞിനെ സ്വർഗത്തിലെ ദൈവം തിരിച്ചു കൊടുത്തു എന്നുള്ളത്. ഗോഡ് ഹു സസ്റ്റെയിൻ അവർ ലൈഫ്. ജീവനെ നിലനിർത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവസാനമായി 3ാമത് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകനിലൂടെ സ്വർഗത്തിലെ ദൈവം ആ കുഞ്ഞിനെ മടക്കി നൽകുന്നുണ്ട്. ഗോഡ് ഹു റെസ്റ്റോർ അവർ ലൈഫ്. ജീവനെ മടക്കി വരുത്തുന്ന ഒരു ദൈവം, നഷ്ടപ്പെട്ട ജീവനെ മടക്കി വരുത്തുന്ന ഒരു ദൈവം. തമ്പുരാന്റെ കൃപയാൽ, എന്റെ ദൈവത്തിന്റെ കരുണയാൽ ഈ കഴിഞ്ഞ ഏകദേശം 3 വർഷമായി ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഇന്ന് അവനെ സന്തോഷത്തോടുകൂടെ, ആരോഗ്യത്തോടുകൂടെ, അവൻ ഇപ്പോ SKG ഫസ്റ്റിലാണ് അവൻ പഠിക്കുന്നത്. അവൻ ആരോഗ്യമുള്ളവനാണ്, സന്തോഷമുള്ളവനാണ്. എപ്പോഴും അവനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാർ ഓരോ സമയവും ചോദിക്കും, ജഹാൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, മറ്റു പ്രയാസങ്ങളൊന്നുമില്ല, അവൻ ഓക്കെ ആണല്ലോ. പ്രിയമുള്ളവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, ഞങ്ങളുടെ പ്രാർത്ഥന, ജനത്തിന്റെ പ്രാർത്ഥന, ദൈവസഭയുടെ പ്രാർത്ഥന, ലോകത്ത് എവിടെയൊക്കെയോ മനുഷ്യർ ഇന്നുവരെയും ഞങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത പലരും ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങൾക്ക് ദൈവം ഇന്ന് നൽകിയിരിക്കുന്ന സാക്ഷ്യം എന്നുള്ളത്. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ അനേക വേദികളിൽ കർത്താവിനെ ഉയർത്തുവാൻ, എന്റെ കുഞ്ഞിലൂടെ ഉയർത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. കുടുംബമായിട്ട് ദൈവം മഹത്വത്തിനാണ് നിൽപ്പാൻ ദൈവം ഞങ്ങളെ അനുവദിക്കുന്നു. തീർച്ചയായിട്ടും മുൻപോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നന്ദി എന്ന പാട്ടുകൂടെ പാടി ഞാൻ അവസാനിപ്പിക്കാൻ, ഞാൻ മനസ്സിലാക്കുന്ന സമയം ദീർഘിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ആ പാട്ടുകൂടെ പാടി ഞാൻ അവസാനിപ്പിക്കാം. നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും
അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വര ആദ്യം വേണ്ടേ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിനുമെന്തേ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിന് പ്രത്യേകിച്ച് നന്ദി. കുടുംബമായിട്ട് തുടർന്നും ശുശ്രൂഷയിൽ നിൽക്കുവാൻ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Acha, for that inspiring talk. Praise God for the miracle in Achan's life and for the gift of Johan. It has reminded us once again how God protects us every single day. Now I invite Miss Angeline Sam and her mother Kiran for the closing prayer. ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നിദാനന്ദി നന്നാ. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നിദാനന്ദി നന്നാ. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി ചെയ്തോരൻ കൊച്ചു പാപങ്ങൾ പോലും ചെയ്തോരൻ കൊച്ചു പാപങ്ങൾ പോലും എൻ കണ്ണുനീരിൽ കഴുകി മേലിൽ പുണ്യ പ്രവർത്തികൾ ചെയ്യാം. ഞാനുറങ്ങിടുമ്പോഴെല്ലാം എനിക്കാനന്ദ നിദ്ര നൽകണം. ഞാനുറങ്ങിടുമ്പോഴെല്ലാം എനിക്കാനന്ദ നിദ്ര നൽകണം. രാത്രി മുഴുവനും എന്നെ നോക്കി കാത്തു സൂക്ഷിക്കുക വേണം. തന്ന നന്മകൾക്കൊക്കെയുമായി. Thank you. Let me invite Mr. A.G. Umman to give the vote of thanks. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായിട്ടും പ്രിയപ്പെട്ട അനൂപ് സാം അച്ഛനിൽ കൂടി ദൈവം കേൾപ്പിച്ച അനുഗ്രഹകരമായ അനുഭവ സാക്ഷ്യത്തിനുമായിട്ട് ദൈവത്തെ ആദ്യമായിട്ട് സ്തുതിക്കുന്നു. അച്ഛൻ സംസാരിച്ച ഓരോ വാക്കുകളും അതിൻ്റെ ഓരോ നിമിഷങ്ങളും ദൈവവചനത്തിൻ്റെ ആഴമായ പഠിപ്പിക്കലുകളെ, വസ്തുതകളെ വരച്ചു കാട്ടുന്നതാണ്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം,
അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പ്രത്യേകമായിട്ട് ആകർഷിച്ച 2-3 പോയിന്റുകളുണ്ട്. ഒന്ന്, പരീക്ഷകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ സ്വയപരിശോധന ചെയ്യുന്ന ഒരു മനസ്സ്. ഞാൻ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് എൻ്റെ മകനെ സ്നേഹിച്ചുവെന്നുള്ള തോന്നൽ. ദൈവത്തോട് പരാതി പറയുവാനൊക്കെയും ഒരുങ്ങുമ്പോഴും അവസാനം ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് തന്നെ സമർപ്പിക്കുന്ന മനസ്സ്. അതുപോലെ അച്ഛൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, അനേകരുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് വെച്ചാൽ ഈ അച്ഛൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ കൂടി ഞങ്ങൾ കേട്ട പല കാര്യങ്ങളിൽ. ഒന്ന്, നിങ്ങളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, അച്ഛനെയും കൊച്ചമ്മയും ജോഹാൻ മോനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നെവർ അലോൺ ഐ ആം വിത്ത് യു എന്ന് പാടിക്കൊണ്ട് 2.5 വയസ്സുകാരനായ മകൻ ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തെ അവിടെ ആശുപത്രി കിടക്കയിലും പ്രഖ്യാപിച്ചപ്പോൾ തീർച്ചയായിട്ടും അവനെ ദൈവവേലയ്ക്കായിട്ട് പ്രതിഷ്ഠിച്ച നിങ്ങൾ 2 പേരുടെയും തീരുമാനത്തെ അനുഗ്രഹിച്ച് ജോഹാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിയിലേക്ക് അവൻ്റെ ദൈവം വളർത്തട്ടെ. ദൈവത്തിൻ്റെ എല്ലാ നമ്മളുമായിട്ടുള്ള അനുഭവങ്ങളിൽ, ദൈവം തരുന്ന അനുഭവങ്ങളിൽ തീർച്ചയായിട്ടും ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയായിരുന്നു വെച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് എല്ലാവരുടെയും ഉള്ളു തട്ടി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് അനേകം ദൂരം സഞ്ചരിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീകമായ പ്രചോദനം നൽകും. ഒരു സംശയമില്ല, നമുക്ക് പാടാമെന്നുള്ള ഗ്രൂപ്പിൻ്റെ പേരിൽ, എല്ലാവരുടെയും പേരിലുള്ള നന്ദി നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾ കുടുംബത്തെ അറിയിക്കുന്നു. നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരസ്പരം കാണുവാനും കേൾക്കുവാനും ദൈവം കൂടുതൽ അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, എബിയും മോഹൻദാസും സൂസനും അനേകരുണ്ട്. അവരെല്ലാവരെയും, പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം ഒരവസരം എനിക്ക് നൽകി തന്നതിനുള്ള നന്ദിയും കേൾക്കുവാനുള്ള അവസരം ഒരുക്കി തന്നതിനും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.